നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായ വേദപുസ്തകത്തിലെ ചില സത്യങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. നമുക്കറിയാം, വേദപുസ്തകത്തിലെ കൽപ്പനകൾ അനുസരിക്കുക എന്നുള്ളത് വലിയ പാടാണെന്ന് മാത്രമല്ല, ഇത് അനുസരിക്കുന്നവർ വളരെ കുറവാണെന്നല്ല, ആരും തന്നെ ഇല്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ കർത്താവ് യേശുക്രിസ്തു നമ്മളോട് വ്യക്തമായി പഠിപ്പിച്ച ചില കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അതനുസരിക്കുന്ന ആരും തന്നെ ഇല്ല എന്നുള്ളതാണ് നമ്മൾ ചുറ്റും നോക്കുമ്പോൾ കാണുന്നത്. നമ്മൾ കണ്ണാടിയിൽ അങ്ങനെ നോക്കാറില്ല, നമ്മുടെ കാര്യം അങ്ങനെ നോക്കാറില്ല. മറ്റുള്ളവർ അനുസരിക്കുന്നില്ല എന്ന് നമുക്ക് ഉറപ്പാണ്, അതെല്ലാവർക്കും ഉറപ്പാണ്. അപ്പോൾ നമ്മളും അനുസരിക്കുന്നില്ലായിരിക്കും. അതുകൊണ്ടാണല്ലോ മറ്റുള്ളവർക്കും ഉറപ്പാകുന്നത്. വളരെ കട്ടിയുള്ള കൽപ്പനകൾ നമുക്ക് തോന്നുന്ന രീതിയിലാണ് ഗിരിപ്രഭാഷണം എഴുതപ്പെട്ടിരിക്കുന്നത്. അതുപോലെ യേശുക്രിസ്തുവിൻ്റെ ഓരോ ഉപദേശവും അങ്ങനെയാണ്. നിൻ്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുന്നുണ്ടെങ്കിൽ ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക എന്ന് പറയുന്നതും, സഹോദരനെ നിസാര എന്ന് വിളിച്ചാൽ, മൂഢ എന്ന് വിളിച്ചാൽ നരകത്തിൽ പോകുന്നു, ന്യായാധിപസംഘത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്നും പറയുന്നു. നിന്നോട് ആരെങ്കിലും വ്യവഹരിച്ച് ഉടുപ്പെടുത്താൽ പുതപ്പും കൂടെ കൊടുക്കാൻ പറയുന്നതും, നിന്റെ സ്വത്തെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് കർത്താവിനെ അനുഗമിക്കാൻ പറയുന്നതും, എവിടെയെങ്കിലും സുവിശേഷം പറയാൻ പോയാൽ എക്സ്ട്രാ ഡ്രസ്സോ ചെരുപ്പോ പേഴ്സോ എടുക്കരുതെന്ന് പറയുന്നതും, അങ്ങനെ പറഞ്ഞാൽ യേശു കർത്താവ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണ്ണനായിരിക്കുന്ന പോലെ നിങ്ങളും സൽഗുണപൂർണ്ണരാകുവിൻ, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, ഒരാൾ കർണത്തടിച്ചാൽ മറ്റേ കർണം കാണിച്ചു കൊടുക്കുവിൻ, അവനോട് എങ്ങനെ പ്രതികാരം ചെയ്യാൻ നോക്കി നടക്കരുത്. കർത്താവ് പറഞ്ഞ ഒരു കൽപ്പനയും, എല്ലാ കൽപ്പനയും നമുക്ക് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഭാരമാണ്. ഞാൻ വളരെ നാളുകളായിട്ട് എന്നോട് 2001-02 ഒരാളെന്നോട് ചോദിക്കുന്നത്, ചെയ്സ് കൽപ്പന അനുസരിച്ചതാണോ? ഞാൻ പറഞ്ഞു, അത് ഞാൻ വിചാരിച്ച സ്നാനം നമ്മളെല്ലാം കൽപ്പന അനുസരിച്ചാണോ ചോദിക്കുമ്പോൾ ആദ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്ന സ്നാനപ്പെട്ടതാണോ എന്ന്. ഞാൻ പറഞ്ഞു, അതല്ല ഞാൻ ചോദിച്ചത്. ഈ യേശുക്രിസ്തു പറഞ്ഞ ഏതെങ്കിലും ഒരു കൽപ്പന അനുസരിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരെണ്ണം. ഇപ്പം ഞാനിങ്ങനെ മത്തായിയുടെ സുവിശേഷം, മർക്കോസിൻ്റെ സുവിശേഷം മനസ്സിൽ ഇങ്ങനെ വന്നു, ഒരെണ്ണത്തിൽ പോലും ഞാൻ അനുസരിച്ചിട്ടില്ല. പക്ഷെ എങ്ങനെയോ ഞാൻ അനുസരിക്കുന്ന ഒരാളാണെന്നൊരു ഫീലിംഗ് എനിക്കുണ്ട്. കർത്താവ് വന്നാൽ പോകുന്നൊരു ചിന്തയുണ്ട്. പക്ഷെ ഇതൊന്നും അനുസരിച്ചിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ ഒന്നും കൂടെ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇതേതാണ്ട് എല്ലാവരുടെയും അവസ്ഥ. നമ്മൾ അനുസരിക്കും നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ചില പ്രമാണങ്ങളുണ്ട്, സഭയുടെ ചില പ്രമാണങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ അനുസരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അനുസരിക്കുന്നവരാണ് എങ്ങനെയോ ഒരു ഇംപ്രഷൻ നമുക്ക് തന്നെ കിട്ടിയിരിക്കുകയാണ്. നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും മറ്റുള്ളവർ ചെയ്യാത്ത ചില കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ദൈവത്തെ അനുസരിച്ചവരൊന്നും വരുന്നില്ല, സഭയെ അനുസരിച്ചവരെന്ന് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ദൈവത്തെ അനുസരിച്ചവരാവുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അതൊരു സൂചിക്കുഴ പോലെയാണ്. സൂചിക്കുഴയിലൂടെ ഒരൊട്ടകം കിടക്കുന്ന പോലെയാണ് നമ്മൾ കർത്താവിൻ്റെ ഓരോ കൽപ്പനയുടെ മുമ്പിൽ പോയി നിൽക്കുന്നത്. ആ ധനവാനെ സംബന്ധിച്ച് അറിയാമല്ലോ, യേശുവിനെ അനുഗമിക്കാൻ വന്ന ധനവാനെ സംബന്ധിച്ച് ആ കൽപ്പന അനുസരിച്ചാൽ ഒരൊട്ടകം സൂചിക്കുഴയിലൂടെ പോകുന്നതിനേക്കാളും പാടാൻ. അതുപോലെയാണ് കർത്താവിൻ്റെ ഓരോ കൽപ്പനയും അങ്ങനെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ പറയാൻ പോകുന്നത്, നമ്മൾ എന്തുകൊണ്ടാണ് ഇപ്പോഴും അനുസരിക്കാത്തവരും ഇപ്പോൾ വേണമെങ്കിലും ദൈവം ന്യായമായി വിധിച്ചാൽ നരകത്തിൽ പോകാൻ യോഗ്യരുമായിട്ട് ഇവിടെ ഇരിക്കുന്നത് എന്നുള്ള കാര്യമാണ്. കൃപയില്ലാതെ കർത്താവ് ന്യായാന്യായങ്ങൾ വെച്ച് വിധിച്ചാൽ നമ്മളെല്ലാം പോക്കാണ്. ഇത് നമ്മൾ അനുസരിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സ്വയനീതീകരണം. ഞാൻ കൊള്ളാം, അല്ലെങ്കിൽ അത് ഞാൻ ചെയ്തല്ലോ, വേറെ ആരും ചെയ്തില്ലല്ലോ, ഞാൻ ഇത്രയും ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റിയല്ലോ, ഇതൊക്കെ നമ്മൾ സ്വയം നമ്മളെ റൈച്ചസ് ആക്കാൻ വേണ്ടി നമ്മൾ തന്നെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ നീതിമാനെന്ന് വരുത്താൻ മാത്രമേ ഈ പ്രവൃത്തികൾ കൊണ്ട് പ്രയോജനമുള്ളൂ. വി ആർ കംഫർട്ടഡ് ബൈ ദ ക്ലെയിംസ് ഓഫ് സെൽഫ് റൈച്ചസ്നെസ്. നമ്മൾ സ്വയം നീതീകരിക്കപ്പെട്ട് നമ്മൾ അതിൻ്റെ ഒരു കംഫർട്ടിലിരിക്കുകയാണ്. ദൈവം ഇപ്പോൾ ഒരു നിമിഷം നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്താൽ, കഴിഞ്ഞാൽ ആദം ഒരു പഴം പറിച്ചു തിന്ന പോലെയല്ല, ഇത് മുത്തത്തോടെ പോക്കാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ രക്ഷപ്പെടുന്നത്? എങ്ങനെയാണ് നമ്മൾ അനുസരിക്കുന്നവരാകുന്നത്? എങ്ങനെയാണ് നമ്മൾ ദൈവത്തിന് വിശുദ്ധമായ ഒരു ജനമാകുന്നത്? ഈ അനുസരിക്കാത്ത ഈ കൂട്ടത്തെ
എങ്ങനെയാണ് കർത്താവ് കൊണ്ടു നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ സ്വയം വിധിക്കുമ്പോൾ നമ്മൾ വിധിക്കപ്പെടുകയില്ല. നമ്മൾ മറ്റുള്ളവരെ വിധിച്ചാൽ നമ്മൾ വിധിക്കപ്പെടും. അതേ വിധിയാൽ നമുക്കും വിധിക്കപ്പെടും. എന്നാൽ നമ്മൾ നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം ചെയ്യുന്ന നമ്മളെ തന്നെ കാണുകയാണ്. നമ്മൾ എവിടെ വരെ ഉണ്ട്, നമുക്ക് ദൈവം നമ്മോട് കാണിക്കുന്ന കരുണ എന്താണെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൻ്റെ 38-ാം വാക്യത്തിൽ ഹൃദയത്തിൽ കുത്തുകൊണ്ട പുരുഷാരത്തോട് പത്രോസ് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അവിടെ പറയും, നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുവിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. 3 കാര്യങ്ങൾ അവിടെ ഉള്ളത്: മാനസാന്തരം, സ്നാനം, പരിശുദ്ധാത്മദാനം. 40-ാമത്തെ വാക്യം വായിക്കുമ്പോൾ മറ്റ് പല വചനങ്ങളാൽ അവൻ അവരെ പ്രബോധിപ്പിച്ചു, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ എന്ന് അവരോട് പറഞ്ഞു. അതിനാണ് വേർപാടെന്ന് പറയുന്നത്. ഈ വക്രതയുള്ള തലമുറ എങ്ങനെയാണോ പെരുമാറുന്നത് അങ്ങനെ നമ്മൾ പെരുമാറാൻ പാടില്ല. നമ്മൾ അവരിൽ നിന്നും സെപ്പറേറ്റ് ആയിരിക്കണം. അതാണ് 4-ാമത്തെ കാര്യം. അപ്പം ഇത്രയാവുമ്പോൾ ഒരു സഭയായി. ഒരു സഭ ഒരു സ്ഥലത്ത് ഉണ്ടാകണമെങ്കിൽ എന്തെല്ലാം വേണം? ആളുകൾ മാനസാന്തരപ്പെടണം, സ്നാനപ്പെടണം, ആത്മാവിനെ ലഭിക്കണം, പിന്നെ വേർപെടണം. ഇത്രയായി കഴിയുമ്പോൾ അവർ ഒരു സഭയായി. വേർപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വേർപാടെന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കുന്നത് പുറമേ ഉള്ള കാര്യം. പക്ഷെ ആന്തരികമായൊരു വേർപാടുണ്ട്. ഈ ആന്തരികമായ വേർപാടെന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരും പൈസ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ആലോചിക്കുമ്പോൾ ഞാൻ കർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നു. ആ വേർപാട് നമുക്കുണ്ടോ? എല്ലാവരും ഒരു മനുഷ്യനെ കാണുമ്പോൾ അവനിൽ നിന്ന് എങ്ങനെ മാക്സിമം ഊറ്റാം എന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ കയ്യിലുള്ളത് ഊറ്റിക്കൊടുത്ത് അവനെ എങ്ങനെ രക്ഷിക്കാം. ഇതാണ് വേർപാട്. വേർപാടുണ്ടോ? അപ്പോൾ നമ്മൾ വക്രതയുള്ള ഈ തലമുറ ചിന്തിക്കുന്നവർ ചിന്തിക്കുന്നില്ല. എല്ലാ മാതാപിതാക്കളും നമ്മുടെ പിള്ളേരെ എങ്ങനെ കാനഡയിൽ വിടാം, UK വിടാമെന്ന് ആലോചിക്കുമ്പം നമ്മൾ ചിന്തിക്കുന്നത് അവരെ ദൈവപ്രസാദമുള്ള മക്കളാക്കി എങ്ങനെ മാറ്റാമെന്ന് മാത്രം. വേർപാടുണ്ടോ? നമ്മൾ ചിന്തിക്കുന്ന വേർപാട് അപ്പിയറൻസിലുള്ള വേർപാട്. എന്നാൽ ദൈവം ഹൃദയത്തെ നോക്കുന്നുണ്ട്. ഈ ഹൃദയം നാട്ടുകാരുടെ അതേ ഹൃദയം പോലാണോ നമ്മുടെ ഹൃദയം എന്നുള്ളതാണ് ശരിക്കും അവിടുത്തെ ചോദ്യം. അപ്പം വക്രതയുള്ള തലമുറയിൽ നിന്നും രക്ഷിക്കപ്പെടണം. അവരുടെ സ്വഭാവങ്ങളിൽ നിന്നും നമ്മൾ രക്ഷിക്കപ്പെടണം. അവരെ പോലെ ആകരുത്. 42-ാമത്തെ വാക്യം വരുമ്പോൾ അവിടെ സഭ തുടങ്ങിക്കഴിഞ്ഞു. സഭ തുടങ്ങിക്കഴിഞ്ഞ ശേഷം സഭയ്ക്കകത്ത് നടക്കുന്ന 4 കാര്യങ്ങളാണ്. എന്തൊക്കെയാണത്? ആദ്യത്തെ 4 കാര്യങ്ങൾ എന്ന് പറയുന്നത് സഭ തുടങ്ങാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ്. എന്നാൽ രണ്ടാമത്തെ 4 കാര്യങ്ങൾ സഭ തുടങ്ങിയ ശേഷം സഭയ്ക്കകത്ത് നടക്കുന്ന കാര്യങ്ങൾ. എന്തൊക്കെയത്? അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുകയും കൂട്ടായ്മ ആചരിക്കുകയും അപ്പം നുറുക്കുകയും പ്രാർത്ഥന കഴിക്കുകയും ചെയ്തു പോകുന്നു. അപ്പോൾ അതിൽ ഈ 4 എണ്ണത്തിൽ ഒന്നാമത്തെ എന്താണ്? അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾ. ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശം നിങ്ങൾക്ക് എവിടെ കിട്ടും? ഇപ്പം എല്ലാവരും ബൈബിൾ ഇങ്ങനെ മടക്കി പിടിക്കാൻ അറിയാവുന്നവരെല്ലാം അപ്പോസ്തലന്മാരാണ്. പക്ഷെ ഉപദേശം തരുന്ന അപ്പോസ്തലന്മാരെന്ന് പറയുന്നത് ഇപ്പോൾ ഇല്ല, ഇന്നില്ല. അത് അന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഉപദേശം തരാൻ അവർക്ക് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ബൈബിൾ കംപ്ലീറ്റ് ആയി നമ്മൾ പറയുന്നത്. ഇന്നും അതുപോലുള്ള അപ്പോസ്തലന്മാരുണ്ടെങ്കിൽ അവർ പറയുന്ന എല്ലാം കൂടെ നമ്മൾ അടുത്ത പുസ്തകമായിട്ട് ഇറക്കിക്കൊണ്ടിരിക്കേണ്ടി വന്നേ. കാരണം ദൈവത്തിൻ്റെ കാനോൻ, ദൈവിക നിയമങ്ങളുടെ കാനോൻ പൂർത്തിയായത് അപ്പോസ്തലന്മാരുടെ മരണത്തോടെയാണ്. യോഹന്നാൻ എന്ന അവസാനത്തെ അപ്പോസ്തലൻ മരിക്കുന്നതോടെ ഇനി അപ്പോസ്തലന്മാരാരുമില്ല. യേശു ക്രിസ്തുവിനെ നേരിട്ട് കണ്ട ആരുമില്ല. യേശു ക്രിസ്തുവിൽ നിന്ന് ഡയറക്റ്റ് കമ്മീഷനിങ് പ്രാപിച്ച ആരുമില്ല. കർത്താവ് തിരഞ്ഞെടുത്ത 70 അപ്പോസ്തലന്മാരിൽപ്പെട്ട ആരും ജീവിച്ചിരിപ്പില്ല. എല്ലാവരും AD 100 തീർന്നു. അതിനുശേഷമുള്ള ഒരു എഴുത്തുകളും വേദപുസ്തകത്തിലില്ല. അപ്പോൾ വെളിപ്പാട് പുസ്തകം, യോഹന്നാൻ്റെ ലേഖനം, യോഹന്നാൻ്റെ സുവിശേഷം, ഈ ലേഖനങ്ങളോടുകൂടി, ഈ എഴുത്തുകളോടുകൂടി വേദപുസ്തകം തീർന്നു. അപ്പോൾ നമ്മൾ അപ്പോസ്തലന്മാരുടെ ഉപദേശം പഠിപ്പിക്കുന്ന ആ പുസ്തകങ്ങൾ വെളിപ്പാട് പുസ്തകത്തോടെ അവസാനിച്ചു. ഇനി ആ രീതിയിലുള്ള അപ്പോസ്തലന്മാർ ഒരിക്കലും ഉണ്ടാവുകയില്ല. അപ്പോസ്തലിക അധികാരമുള്ള, നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതാണ് ശരിയെന്ന് ദൈവം പറയുന്നു എന്ന് പറയാൻ അധികാരമുള്ള ആരുമില്ല. ഇപ്പം ഞാനിവിടെ നിന്ന് പ്രസംഗിച്ചാലും ആ അപ്പോസ്തലന്മാർ വെളിപ്പെടുത്തിയ കാര്യങ്ങളിൽ നിന്നേ എനിക്ക് സംസാരിക്കാൻ പറ്റുകയുള്ളൂ. ലോകത്തിൽ ഏത് ശുശ്രൂഷകൻ വന്നാലും അവർക്ക് ഈ ബൈബിൾ എന്ന ആധാര ഗ്രന്ഥത്തിന് മുകളിൽ വേർന്ന് പഠിപ്പിക്കാൻ അധികാരമില്ല. അപ്പോൾ അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്ന് പറയുന്നത് ഇന്ന് കാണുന്ന ആളുകളുടെ ഉപദേശമല്ല, എൻ്റെ ഉപദേശമല്ല, ഇവിടെ കാണുന്ന ഒരു അപ്പോസ്തലൻ എന്ന് സ്വയം പറയുന്ന ആരുടെയും ഉപദേശമല്ല.
അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം അപ്പോസ്തലന്മാരിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്ന ദൈവിക മർമ്മങ്ങളുടെ പരിജ്ഞാനമാണ്. അപ്പോൾ ഒരു സഭ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടത്? ആ സഭയിൽ അപ്പോസ്തലന്മാരുടെ ഉപദേശം പഠിക്കണം. അതായത് റോമാ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം മുതൽ യൂദായുടെ ലേഖനം അവസാനത്തെ വാക്യം വരെ നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അനുഷ്ഠിക്കേണ്ട വിശ്വാസ രൂപങ്ങളുടെ വിശദീകരണമാണ്. ഇത് ഓരോ സഭയിലും പഠിച്ചേ പറ്റുള്ളൂ. പഠിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പരിജ്ഞാനമില്ലാത്ത കുഞ്ഞുങ്ങളും സഹോദരങ്ങളും ശുശ്രൂഷകരൊക്കെ നമുക്കുണ്ടാവും. കഴിഞ്ഞ ദിവസം IPCയിലെ ഒരു ശുശ്രൂഷകനോട് എൻ്റെ ഒരു സഹോദരൻ പറഞ്ഞു, അങ്ങ് ക്ഷമിക്ക് പാസ്റ്ററെ, വിട്ടുകള, കർത്താവ് നമ്മൾ ക്ഷമിക്കാനല്ലേ പറഞ്ഞിരിക്കുന്നു വെച്ചാൽ പറയാം, അത് യേശുക്രിസ്തു യഹൂദന്മാരോട് പറഞ്ഞതാണ്. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്നറിയോ? ഇവിടെ ഗേറ്റ് മിനിസ്ട്രീസ് എന്നും പറഞ്ഞൊരു തട്ടിപ്പ് സംഘം വന്നിറങ്ങിയിട്ടുണ്ട്. ഹൈപ്പർ ഡിസ്പെൻസേഷനലിസം എന്ന് പറയും. നിങ്ങൾക്ക് മിക്കവാറും ഗേറ്റ് മിനിസ്ട്രി ഇപ്പോൾ പേരൊക്കെ അവർ മാറ്റിക്കാണും. ഗേറ്റ് കൾട്ടാന്ന് മനസ്സിലായതുകൊണ്ട് അതെനിക്കറിയത്തില്ല, ഈ കൾട്ടുകൾ ഇങ്ങനെ പേര് മാറ്റിക്കൊണ്ടിരിക്കും. അവർ പറയുന്ന പൗലോസ് പറയുന്ന മാത്രം നമ്മൾ കേൾക്കേണ്ട കാര്യമുള്ളൂ. അത് റോമാ ലേഖനം മുതൽ ഫിലമോൻ്റെ ലേഖനം വരെയാണ്. ബാക്കിയുള്ള ഒന്നും നമുക്കുള്ളതല്ല. അപ്പോൾ അതിനർത്ഥം ബൈബിൾ മുഴുവൻ അവർ നമ്മൾ എടുക്കാനോ വായിക്കാനോ അനുവദിക്കുന്നില്ല. യേശു ക്രിസ്തു ഒരു യഹൂദ ടീച്ചറാണ്. അവരുടെ ട്രാക്റ്റ് എൻ്റെ കയ്യിലുണ്ട്. ഇത് ഇവരുടെ യൂട്യൂബിലൂടെ ഉള്ളത് കേൾക്കുന്ന അദ്ദേഹം ഖത്തർ ചർച്ച് ഓഫ് ഗോഡിലുണ്ടായിരുന്ന ഒരു വിശ്വാസിയാണ് തുടങ്ങി വെച്ചത്. ഇത് കേൾക്കുന്നത് ഒരു പാസ്റ്റർമാരുണ്ട്. ഇവർ വിവേചിക്കുന്നില്ല. കാരണം ഈ അപ്പോസ്തലിക ഉപദേശം അറിയില്ല, ഉപദേശം പഠിക്കുന്നില്ല. നമ്മൾ ബൈബിൾ കോളേജ് പഠിച്ചു. ഞാൻ 3 വർഷം ബൈബിൾ കോളേജ് പഠിച്ചതാണ്. AGയുടെ ബൈബിൾ കോളേജാണ് ഞാൻ പഠിച്ചത്. പഠിക്കുമ്പോൾ ശരിയാണ്, നമ്മൾ പരീക്ഷയ്ക്ക് പഠിച്ചല്ലോ, നമ്മൾ ഓർക്കുന്നുണ്ടോ? പരീക്ഷയ്ക്ക് നമ്മൾ പഠിച്ചു, പാസ്സായി. 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് ഹിന്ദിയിൽ ചോദ്യം ചോദിച്ചാൽ എന്തായിരുന്നു, വല്ല ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? എന്നാൽ 4, 3, 7 നമുക്ക് ഓർമ്മയുണ്ട്, ശരിയല്ലേ? എന്നാൽ 10ാം ക്ലാസ്സിലെ സിലബസിലെ വല്ല ഓർക്കുന്നുണ്ടോ? ഒരു ചോദ്യം ഇപ്പോൾ ചോദിച്ചാൽ നമ്മൾ എഴുതുമോ? അപ്പോൾ പഠിക്കുന്നതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല. സന്തോഷമായില്ലേ? ഒരു കാര്യമില്ല. കാരണം അത് ആ എക്സാം കഴിയുമ്പോൾ നമ്മൾ വിട്ടു. മെയ് മാസം ആകുമ്പോൾ, അന്നത്തെ കാലമാണെങ്കിൽ അത് വിറ്റ് കപ്പലണ്ടി മേടിക്കും, പുസ്തകങ്ങൾ വിറ്റ് കപ്പലണ്ടി മേടിക്കുന്ന ആ പരിപാടി തീർന്നു. പിന്നെ നമ്മൾ A+B Y അതൊന്നും അതിനകത്ത് രക്ഷപ്പെട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഓടി രക്ഷപ്പെട്ട പോകുന്നു. ഇതുപോലെ ബൈബിൾ കോളേജിൽ നിന്ന് എങ്ങനെയെങ്കിലും ഗ്രാജുവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ തലയ്ക്കകത്ത് നിന്ന് അതുവരെ പഠിച്ച എല്ലാം അപ്രത്യക്ഷമാവും. എല്ലാവർക്കും അല്ല, വലിയൊരു പങ്കാളികൾക്ക്. പിന്നെ അവരാകെ പ്രസംഗിക്കുന്നത് എന്നാണെന്നറിയാം? നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ ഇറങ്ങി വരുന്ന ദൈവം. എന്തു പറഞ്ഞാലും, ഞാനിപ്പോൾ കർത്താവിനെക്കുറിച്ചും രക്ഷയെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ അവസാനം നിങ്ങളൊന്ന് എക്സൈറ്റഡ് ആയിട്ട് അന്യഭാഷ പറയണമെങ്കിൽ ഞാൻ ഉടനെ വിഷയങ്ങളുടെ നടുവിൽ ഇറങ്ങി വരുന്നതെന്ന് പറയണം. അല്ലെങ്കിൽ നിങ്ങൾ ആരും അനങ്ങാൻ പോകുന്നില്ല. കാരണം ഉപജീവന ചിന്തകളിൽ നമ്മൾ കുരുങ്ങിയതുകൊണ്ട് ആ പ്രസംഗങ്ങളും ശുശ്രൂഷകളും പ്രവചനങ്ങളും എല്ലാം ഈ ഉപജീവന ചിന്തകളെ സംബന്ധിക്കുന്നതാണ്. ഈ ഉപജീവന ചിന്തകൾ എന്ത് തിന്നും എന്ത് കുടിക്കും, ഈ ആങ്സൈറ്റി പരിഹരിക്കാൻ വേണ്ടിയാണ് ആൾക്കാർ നടക്കുന്നത്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ അതിനെക്കുറിച്ച് വിചാരപ്പെടരുത്, നാട്ടുകാർ വിചാരപ്പെടുന്ന പോലെ. ഈ വിചാരം ഉള്ളതുകൊണ്ടാണ് പ്രവാചക എന്താവും ചോദിച്ചുകൊണ്ട് നടക്കുന്നത്. കാരണം എന്താ? വിചാരമാണ് മൊത്തം. വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവിശ്വാസവും കോട്ടവുമുള്ളൊരു തലമുറ പിന്നെയും അടയാളങ്ങൾ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശം? എന്താണ് ഇതിൻ്റെ പ്രധാന ഘടകങ്ങൾ? നമുക്കൊന്ന് നോക്കാം. ഇത് ലോകത്തുള്ള എല്ലാ ക്രിസ്ത്യൻ ചർച്ചുകൾക്കും ഒന്ന് തന്നെയാണ്, ഫൗണ്ടേഷൻസ്. പിന്നെ ബൈബിൾ എലോൺ എന്ന് പറയുന്ന സഭകൾക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ, അല്ല കാത്തലിക്സിനും ഓർത്തഡോക്സുകാർക്കും ഒന്നുമില്ല. ബൈബിൾ എലോൺ എന്ന് വാഗൊണ്ടെങ്കിലും പറയുന്നവർക്ക് എല്ലാം അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങളാണ്. റോമാലേഖനം മുതൽ യൂദായുടെ ലേഖനം വരെയുള്ള അപ്പോസ്റ്റലിക് ഡോക്ട്രിൻസ്, അപ്പോസ്റ്റലിക് ഉപദേശം, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും. അത് കേട്ടേ പറ്റുള്ളൂ. അപ്പം ചില ആൾക്കാർ പറയുന്നത്, അപ്പോൾ പുതിയ നിയമത്തിൽ നിന്ന് മാത്രം പ്രസംഗിച്ചാൽ മതിയോ, പഴയ നിയമത്തിൽ നിന്ന് പ്രസംഗിക്കേണ്ടതെന്നാണ്. പഴയ നിയമത്തിൽ പ്രസംഗിക്കണം, പക്ഷെ ഇത് വായിച്ചിട്ട് അത് വായിക്കാവുള്ളൂ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഴയ നിയമം 2 രീതിയിൽ വായിക്കാം. ഒന്ന്, യേശുക്രിസ്തുവും അപ്പോസ്തലന്മാരും പഴയ നിയമം വായിച്ചതുപോലെ വായിക്കാം. അതല്ലെങ്കിൽ യഹൂദന്മാർ പഴയ നിയമം വായിച്ച പോലെ വായിക്കാം. നിങ്ങൾക്ക് ആര് വായിക്കുന്ന പോലെ വായിക്കാനാണ് ഇഷ്ടം? അപ്പോൾ ആദ്യം നമ്മൾ യേശു ശിഷ്യന്മാർ എങ്ങനെ വായിച്ചെന്ന് മനസ്സിലാക്കണ്ടേ? അപ്പോൾ ആദ്യം നമ്മൾ പുതിയ നിയമത്തിൻ്റെ ഉപദേശങ്ങൾ മനസ്സിലാക്കിയ ശേഷം നമ്മൾ പഴയ നിയമം വായിക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ വെളിച്ചം വന്ന ശേഷം നമ്മളത് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് അതിനകത്ത് എല്ലാം ക്ലാരിറ്റി കിട്ടും. ഞാനൊരു ഉദാഹരണം പറയാം.
നമ്മൾ സാധാരണ പ്രോസ്പെരിറ്റി വാക്യങ്ങളെല്ലാം ഉദ്ധരിക്കുന്ന പഴയ നിയമത്തിൽ നിന്നാണ്, പുതിയ നിയമത്തിൽ നിന്നല്ല. ശരിയല്ലേ? നിന്നെ അനുഗ്രഹിക്കും, നിന്നെ അങ്ങനെയൊക്കെ പറയുന്നത് അല്ലേ പഴയ നിയമത്തിൽ നിന്നല്ലേ? ഈ പഴയ നിയമത്തിലെ ആൾക്കാർക്ക് എന്തെങ്കിലും അനുഗ്രഹം കിട്ടിയതായിട്ട് അറിയാമോ? പഴയ നിയമം വായിക്കുമ്പോൾ അബ്രഹാം ഭയങ്കര അനുഗ്രഹിക്കപ്പെട്ട് നമ്മൾ കാണുന്നത്. എന്നാൽ പുതിയ നിയമം വായിക്കുമ്പോൾ എന്താ കാണുന്നത്? അവൻ കൂടാരം അടിച്ച് പാർത്തു. ദൈവം ശില്പിയായി പണിയുന്ന അടിസ്ഥാനമുള്ളൊരു നഗരം ഉണ്ട് എന്ന് വിശ്വസിച്ചവൻ കൂടാരംവാസിയായിട്ട് ഇവിടെ താമസിച്ചെന്നാണ് പറയുന്നത്. ഇനി ഹാബേലിൻ്റെ കാര്യം ആലോചിച്ച് നോക്കി. ആദ്യത്തെ വിശുദ്ധൻ എന്ന് വേണം നമുക്ക് പറയാം. ഹാബേൽ നല്ലൊരു യാഗം കഴിച്ച ഹാബേലിന് ദീർഘായുസ് കിട്ടിയോ? എന്തേലും കാശ് കിട്ടിയോ? പിള്ളേർ അമേരിക്ക പോയോ? അവരെ ദൈവം $1 കൊടുത്ത് മാനിച്ചോ ഹാബേലിനെ? എന്ത് സംഭവിച്ചു ഹാബേലിന്? അപ്പം തന്നെ മരിച്ചുപോയി. പഴയ നിയമത്തിൽ അനുഗ്രഹങ്ങളുടെ കഥയാണ്. പുതിയ നിയമം വായിച്ചിട്ടൊന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. മോശ എന്താ പ്രാപിച്ചത്? കനാൻ ദേശത്ത് മോശ എത്തിയില്ല. നിയമം കൊടുത്തയാള് സ്വർഗത്തിലെത്തി. കാരണം മറുപടി യേശുവിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ സ്വർഗത്തിലെത്തി നമുക്കറിയാം. കനാൻ ദേശത്ത് എത്തിയില്ല. ഈ ലോകത്തൊന്നും കിട്ടിയില്ല. നിങ്ങൾ പ്രവാചകന്മാരുടെ കഥ വായിച്ചു നോക്കി. ഒരൊറ്റ പ്രവാചകനും ശാന്തമായി കട്ടിലിൽ കിടന്ന് മരിച്ചിട്ടില്ല. കല്ലെറിയപ്പെടുകയും ഓടിക്കപ്പെടുകയും ഗുഹകളിൽ പോയി താമസിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അഭിഷേകം കിട്ടിയ ഒരൊറ്റ ആൾ പോലും സമാധാനമായി പഴയ നിയമത്തിൽ ജീവിച്ചിട്ടില്ല. ഒരു പ്രോസ്പെരിറ്റിയും കിട്ടിയിട്ടില്ല. ശരിയാണോ? അവര് നല്ലൊരു പുനരുത്ഥാനം പ്രതീക്ഷിച്ച്, ഉദ്ധാരണം വേണ്ട, എനിക്ക് പുനരുത്ഥാനം മതി എന്ന് കർത്താവിനോട് പറഞ്ഞവരെന്ന് എബ്രായ ലേഖനത്തിൽ പറയുന്നു. പിന്നെ ആർക്ക് അനുഗ്രഹം കിട്ടുന്നറിയോ? അനുഗ്രഹം കിട്ടുന്ന ഇത്തിരി തെമ്മാടിത്തൊക്കെ കയ്യിലുള്ള അഭിഷേകമില്ലാത്ത സാധാരണ മനുഷ്യർക്ക് ദൈവം കൊടുക്കുന്ന ഒരു വാഗ്ദത്വമാണ് അനുഗ്രഹം. അതായത് അനുസരണം ഇല്ലാത്ത പിള്ളേരോടാണോ അല്ലേ നിങ്ങൾ പറയുന്നത് മര്യാദയ്ക്ക് പുസ്തകമൊക്കെ അടുക്കി വെക്കടാ, അടുക്കി വെച്ചാൽ നിങ്ങൾക്ക് ഒരു ചോക്ലേറ്റ് തരാം എന്ന് പറയുന്ന അനുസരണം ഉള്ളവരോടാണോ ഇല്ലാത്തവരോടാണോ? ഈ ചോക്ലേറ്റ് കിട്ടിയില്ലെങ്കിൽ അവരനുസരിക്കില്ല. അപ്പം അവരോട് പറഞ്ഞ് മര്യാദയ്ക്ക് ഇതെല്ലാം ചെയ്താൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കുക. ആ ജനത്തോടാണ് പറയുന്നത്. ആ ജനം അല്ലേ അനുസരിക്കില്ല. ഇത് കൊടുത്താലേ അനുസരിക്കുള്ളൂ. അവരുടെ ഹൃദയത്തിൽ അനുസരണമില്ല. ഹൃദയത്തിൽ അനുസരണം ഉണ്ടെങ്കിൽ ഒരു വാഗ്ദത്വം ഇല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്തിരിക്കും? അനുസരിച്ചിരിക്കും. അപ്പോൾ ഈ ലോകത്തിലെ അനുഗ്രഹങ്ങളെല്ലാം ദൈവം വെച്ചത് ആർക്ക് വേണ്ടിയാണ്? മർക്കടമുഷ്ടിയുള്ള ഒരു ജനത്തെ കൊണ്ട് അനുസരിപ്പിച്ച് ദൈവത്തിനൊരു ജനത ഈ ലോകത്ത് മെശിഹായുടെ വരവിന് വേണ്ടി ഒരുക്കാൻ വേണ്ടി കരുതി വെക്കാൻ വേണ്ടി വെച്ചിരുന്നതാണത്. അല്ലെങ്കിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഈ ലോകം നമുക്ക് അന്യമാണ്. ഈ ലോകത്തിൽ നമ്മൾ യാതൊന്നും പ്രതീക്ഷിക്കേണ്ട. നല്ല കാലമൊന്നും വരാൻ പോകുന്നില്ല. ദുഷ്കാലമാണ് വരാൻ പോകുന്നത്. ഈ ലോകം നശിച്ചു പോകാൻ പോവുകയാണ്. അപ്പം പഴയ നിയമം പുതിയ നിയമം ഒന്ന് തന്നെയല്ലേ? പഴയ നിയമം പുതിയ നിയമം ഒന്ന് തന്നെയാണ്. എങ്ങനെ വായിക്കുമ്പോഴാണ് ആ പുതിയ നിയമത്തിൽ കർത്താവ് എങ്ങനെ അതിനെ വ്യാഖ്യാനിച്ചു? ശിഷ്യന്മാരെങ്ങനെ എബ്രഹാമിൻ്റെ ലൈഫിനെ കുറിച്ച് വ്യാഖ്യാനിച്ചു? നോഹയുടെ ലൈഫിനെ കുറിച്ച് വ്യാഖ്യാനിച്ചു. ശിഷ്യന്മാരതെല്ലാം വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ഹാബേലിൻ്റെ യാഗത്തെ കർത്താവ് സ്വീകരിച്ചു? എന്തുകൊണ്ടാണ് സ്വീകരിച്ചത്? അവിടെ പറയുന്നത് ഹാബേൽ വിശ്വാസത്താൽ കായിൻ്റെതിനേക്കാളും ശ്രേഷ്ഠമായൊരു യാഗം കഴിച്ചു. അപ്പോൾ അതിൻ്റെ ഡിഫറൻഷിയേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ഹാബേലിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന വിശ്വാസമായിരുന്നു. അത് പുതിയ നിയമം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. പഴയ നിയമം വായിച്ചിട്ട് വർണ്ണശബളമായ കഥകൾ പറയുമ്പം നമ്മൾ ശ്രദ്ധിക്കണം. വെളിച്ചം അടിച്ചിരിക്കുന്നു, പുതിയ നിയമത്തിൻ്റെ വെളിപ്പാട് വന്നിരിക്കുന്നു, പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന മർമ്മങ്ങൾക്ക് ഇതാണ് അർത്ഥം എന്ന് പുതിയ നിയമത്തിൽ നിന്ന് പറയാൻ പറ്റിയാൽ മാത്രമേ നമ്മൾ പഴയ നിയമം വായിച്ചിട്ട് കാര്യമുള്ളൂ. ബൈബിളിൽ ഓരോ വാക്കും നമുക്ക് പ്രധാനമാണെങ്കിലും അത് പുതിയ നിയമത്തിൽ അപ്പോസ്തലിക ഉപദേശത്തിൻ്റെ വെളിച്ചത്തിൽ വേണം നമ്മുടെ എല്ലാ വചനങ്ങളെയും വ്യാഖ്യാനിക്കുവാൻ. അങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ ബൈബിൾ ഒരൊറ്റ പീസായിട്ട് നമുക്ക് ലഭിക്കും. അല്ലെങ്കിൽ ഈ ഹൈപ്പർ ഡിസ്പെൻസേഷനിസ്റ്റുകൾ പറയുന്ന പോലെ അത് അവർക്ക് ഇത് ഇവർക്ക്. ഒരാൾ ചോദിക്കുന്നത് റോമാക്കാർക്ക് എഴുതിയ ലേഖനമല്ലേ, അത് റോമാക്കാർ വായിച്ചാൽ പോരെ എന്നാ മതിയോ? എന്നാൽ പിന്നെ നമുക്കൊന്നും വായിക്കാൻ പറ്റത്തില്ല. എല്ലാം അവർക്ക് ഇവർക്ക് എഴുതിയതാ. ലൂക്കോസ് തിയോഫിലോസിന് എഴുതിയതാ ലൂക്കോസിൻ്റെ സുവിശേഷം. മത്തായി അവിടുത്തെ അരമായ ഭാഷയിലാണ് മത്തായി ആദ്യം എഴുതുന്നത്. മത്തായിയുടെ സുവിശേഷം ആദ്യത്തെ കോപ്പി ഗ്രീക്കിലല്ലായിരുന്നു, അരമായ ഭാഷയിലായിരുന്നു. അത് അവിടുത്തെ എബ്രായ വിശ്വാസികൾക്ക് എഴുതിയതാണ്. അപ്പം നമുക്ക് വേണ്ടേ? അവർക്ക് എല്ലാം എഴുതിയത് നമുക്കും വേണം. കാരണം എന്താ? നമ്മളും അവരിൽ ഒരാളാണ്. ആഗോള സഭയുടെ ഭാഗമാണ്. അന്നുണ്ടായിരുന്ന വിശുദ്ധന്മാരുടെ സംഘത്തിലേക്കാണ് നമ്മളും ചേർന്നിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ അപ്പോസ്തലിക ഉപദേശത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോസ്തലിക ഉപദേശം റോമാലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ 1:6 പറയുന്നു, സകല ജാതികളിലും വിശ്വാസത്തിന്
അനുസരണം വരുത്തേണ്ടതിന്. ഈ സകല ജാതികളിലും വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാ ജാതികളും അനുസരിക്കേണ്ടതിന്. എങ്ങനെ അനുസരിക്കേണ്ടതിന്? എന്തനുസരിക്കേണ്ടതിന്? മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം, 19-20 വാക്യങ്ങൾ വായിച്ച്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് വായിച്ച്. ആരെങ്കിലും ഒരാൾ? ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തിയും, ശ്രദ്ധിക്കണേ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട്. അപ്പം എങ്ങനെ ഉപദേശിക്കണം? യേശു ക്രിസ്തു ശിഷ്യന്മാരോട് എന്തെല്ലാം കൽപ്പിച്ചോ അതൊക്കെയും പ്രമാണിക്കത്തക്കവണ്ണം ഉപദേശിക്കണം. പറ്റുന്നുണ്ടോ നമുക്ക്? ഞാൻ വന്നിട്ട് നിങ്ങളോട് പറയാണ്, സ്വത്തെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. ഉടനെ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം എന്തായിരിക്കും? നിങ്ങളുടെ അവസ്ഥ എന്താണ് ചോദിക്കില്ലേ? അപ്പൊ യേശു ക്രിസ്തു പഠിപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിക്കണമെങ്കിൽ എളുപ്പമാണോ? എളുപ്പമല്ല. ഇവിടെ കർത്താവ് എന്താ പഠിപ്പിച്ചിരിക്കുന്നത്? നിങ്ങൾ എങ്ങനെ ശിഷ്യന്മാരുണ്ടാക്കുമെന്ന് പറഞ്ഞേക്കുന്നേ? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം അവരെ ഉപദേശിക്കണമെന്നാ. അപ്പൊ നമുക്കറിയാം നമ്മളെ കൊണ്ടത് പറ്റുന്ന കാര്യമല്ല. ആ ധനവാനായ ആളോട് പറയുമ്പം കർത്താവ് പറയുന്നത്, ഒട്ടകം സൂചിക്കുഴലിൽ പോകുന്നതാണ് ഒരു ധനവാൻ ദൈവരാജ്യത്തിൽ കയറുന്നതിനേക്കാളും എളുപ്പം. അപ്പൊ ശിഷ്യന്മാർ ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ? അത്രയും പാടാണെങ്കിൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയും? അപ്പൊ ഇത്രയും വലിയ കൽപ്പനകളെല്ലാം വായിച്ചിട്ട് ശിഷ്യന്മാർ എന്താ ചോദിക്കുന്നത്? ഇത്രയും പ്രയാസമാണ് ദൈവരാജ്യത്തിൽ കടക്കാനെങ്കിൽ രക്ഷിക്കപ്പെടാൻ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ലേ? ഇപ്പം തോന്നുന്നുണ്ടോ? ഇപ്പം ഞാൻ ഈ രാവിലെ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നിയില്ലേ അങ്ങനെയെങ്കിൽ ആര് സ്വർഗത്തിൽ പോകാനാ പാസ്റ്ററെ തോന്നിയില്ലേ? കർത്താവിന് പറയുന്ന മറുപടി, മനുഷ്യരാൽ അത് അസാധ്യം, അത് ദൈവത്താൽ സാധ്യം. അപ്പം നമ്മൾ ഇതനുസരിക്കണമെങ്കിൽ, സൂചിക്കുഴലോടെ പോകണമെങ്കിൽ അത് ആരെക്കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഈ അപ്പോസ്തല ഉപദേശം മനസ്സിലാക്കാതെ നമുക്ക് അനുസരിക്കാൻ പറ്റത്തില്ല. ദൈവം എങ്ങനെയാണ് നമ്മളെ അനുസരിക്കുന്നവരാക്കി മാറ്റുന്നതെന്നാണ് ഈ അപ്പോസ്തല ഉപദേശങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം എത്ര പ്രധാനമുണ്ട് ഇതിന്? പ്രാധാന്യമുണ്ട്. റോമാലേഖനം പറയാണ്, ഞങ്ങൾ കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചത് ഈ അനുസരണം നിങ്ങളിൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. 6-ാം വാക്യം അങ്ങനെയല്ലേ പറയുന്നത്? സകല ജാതികളിലും വിശ്വാസത്തിന് അനുസരണം ഉണ്ടാകേണ്ടതിന് കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചു. അപ്പം ഇവർക്ക് ഈ ദൈവകൃപയും അപ്പോസ്തലത്വം എന്തിനു വേണ്ടിയാണ്? അവരാരോടെല്ലാം സുവിശേഷം പറയുന്നോ അവരിലെല്ലാവരിലും യേശുക്രിസ്തു കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം അനുസരണം ഉണ്ടാകേണ്ടതിന്. അല്ലേ? അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, എന്ത് ഭയങ്കര പണിയാണ് നമ്മുടെ മുമ്പിൽ കിടക്കുന്നത്. നമ്മുടെ മുമ്പിലുള്ള ജനം അനുസരിക്കുന്നവരായി മാറണം, നമ്മൾ അനുസരിക്കുന്നവരായി മാറണം. നമ്മൾ ആരോടെല്ലാം സുവിശേഷം പറയുന്നോ അവരെല്ലാവരും അനുസരിക്കുന്നവരായി മാറണം. എന്തനുസരിക്കണം? നമ്മളീ പറയുന്ന സഭയുടെ കൽപ്പന അനുസരിച്ചാൽ പോരാ, ക്രിസ്തു നമ്മോട് പറഞ്ഞിരിക്കുന്ന നീതിയുടെ പ്രമാണങ്ങൾ അനുസരിക്കുവാൻ ശക്തരായി മാറണം. അപ്പോൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് പ്രതിഫലം ഉണ്ടാവും. ഇന്ന് സുവിശേഷ വേല എന്ന് പറയുന്നത് നമുക്ക് രക്ഷപ്പെടാനുള്ളൊരു വഴിയായിട്ടാണ് ഈ സുവിശേഷകർ ചിന്തിക്കുന്നത്. നല്ലൊരു സഭ കിട്ടിയാൽ, നല്ലൊരു ശുശ്രൂഷ കിട്ടിയാൽ, നമ്മളെ ആൾക്കാർ വിളിച്ചാൽ, മീറ്റിംഗ് തന്നാൽ നമ്മൾ രക്ഷപ്പെടും. ഇന്ന് സുവിശേഷം പറഞ്ഞ് ഒരു കാലത്ത് തുടങ്ങി ഇതൊരു ബിസിനസ് പോലെ എന്ന് പണ്ടുള്ള എന്നോട് പറഞ്ഞിട്ടുണ്ട്. ചില ബിസിനസ്സുകൾക്ക് ജയിക്കും, ഭയങ്കര മുതലാളിമാരായ ഒരു പോകും. ഒരേപോലെ ചായക്കട തുടങ്ങിയ ആൾക്കാർ, ചില ആൾക്കാരത് 5 സ്റ്റാർ ഹോട്ടലാക്കി മാറ്റും, വേറെ ചില ആൾക്കാർ 5 വർഷം കഴിയുമ്പോൾ പൂട്ടിപ്പോകും. അതുപോലെ ഒരേ സമയത്ത് സുവിശേഷയിലേക്ക് ഇറങ്ങിയ കുറേ ആൾക്കാർ ഭയങ്കര ബിസിനസ്സിൽ സക്സസ്ഫുൾ ആകും. അവർ വീട് വെക്കും, കാർ മേടിക്കും, എയറോപ്ലെയിനിൽ നിന്ന് ഇറങ്ങാൻ വയ്യാത്ത പോലത്തെ മിനിസ്ട്രി ഉണ്ടാകും. ബാക്കിയുള്ളവർ ഫെയിലായി പോകും. അവർ ചെറിയ കുടിൽ വ്യവസായമായിട്ട് 10 പേര് 5 പേരായിട്ടിരിക്കും. ശരിയല്ലേ? ആണോ? പ്രിയ സഹോദരങ്ങൾ, യഥാർത്ഥത്തിൽ ദൈവവേല ചെയ്തു തുടങ്ങിയാൽ 5 പൈസ കയ്യിൽ ബാക്കി ഉണ്ടാവില്ല. ആവശ്യമില്ല, ദൈവം നടത്തിക്കോളും. കാരണം കർത്താവ് നമ്മളെ ശുശ്രൂഷിക്കുന്ന കയ്യിലെല്ലാം ഉള്ളത് എടുത്ത് കൊടുത്ത് അവസാന തുള്ളി രക്തം വരെ ഒരു ദാസനെ പോലെ കൊടുത്തു തീർക്കുക. ഇപ്പൊ സുവിശേഷ വേലയ്ക്കുള്ള വിളി എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ളതെല്ലാം തീർന്ന് നമ്മൾ മരിക്കുന്നവരെ കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്.
ഓക്കെ. അപ്പോൾ ശരിക്കും സഭ ഒരു ശുശ്രൂഷകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ശുശ്രൂഷകൻ ദൈവത്തെയും ദൈവത്തിൻ്റെ സഭയെയും ശുശ്രൂഷിക്കാൻ തന്നെത്താൻ പാനീയാഗമായി ഒഴിച്ച് തീർത്ത് കളയുന്നവനാണ്. ഇന്ന് നമ്മൾ കാണുന്നത് നമുക്ക് ജീവിതം ഉണ്ടാകാനും അല്ലേ, നമ്മൾ എന്തിനാണ് കർത്താവിൻ്റെ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത്? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് എന്തിനാ പറഞ്ഞു? ഇത്രത്തോളം നടത്തിയതിന്, ഇത്രയും നന്മകൾ ജീവിതത്തിൽ തന്നതിന്, പിന്നെ അനേകം ആളുകൾ മരിച്ചു പോകാവുന്ന സ്ഥലത്ത് നമ്മളെ രക്ഷിച്ചതിന്. നിങ്ങൾ ആരെങ്കിലും കർത്താവെ 2000 വർഷങ്ങൾക്ക് ഞങ്ങളുടെ പാവങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ ഞങ്ങൾക്ക് പകരം മരിച്ച് ഞങ്ങളെ സ്വർഗത്തിന് യോഗ്യരാക്കിയതുകൊണ്ട് നന്ദി എന്ന് പറയാറുണ്ടോ? ഈ വർഷിപ്പ് ലീഡേഴ്സ് നിങ്ങളെ ശ്രദ്ധിച്ചു നോക്കിയോ. ഇതിപ്പം ഭയങ്കര വിലയേറിയ അമൃതാന്ന് വിചാരിച്ച അമൃത് എന്ന് പറഞ്ഞാൽ തിന്നാൽ പിന്നെ മരിക്കില്ല, ആ സാധനമാണ് അമൃത്. ഇപ്പം ഈ പാസ്റ്റർ എനിക്കിത് തന്നു, ഇത് കുടിച്ചു കഴിഞ്ഞപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ മരിക്കില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര നന്ദി തോന്നുന്നു. ആരോടാ? പാസ്റ്ററോട്. കാരണം എന്താ? വിലയേറിയ ഒന്നവൻ എനിക്ക്. അപ്പം എന്തിനാ വില? ഈ സാധനത്തിനല്ലേ? ഇത്രത്തോളം നടത്തിയ, ഇത്രയും കാശ് തന്ന ദൈവമേ നിനക്ക് സ്തോത്രം എന്ന് പറയുമ്പോൾ എന്തിനാ വില? അതാണ്. ഇത്ര ബ്യൂട്ടിഫുള്ളായ മാമോനെ എനിക്ക് തന്നതിനായിട്ട്. എന്താ? ഇത്രയും മാമോനെ എനിക്ക് കൊണ്ടു തന്ന നിനക്ക് ഇരിക്കട്ടെ ഒരു ടിപ്പ് 10%. അപ്പോൾ ആരോടാ നമ്മുടെ ആരാധന, സ്നേഹം? പറ. ഈ ലോകത്ത് വിശാലമായ വഴിയിലൂടെ കടക്കാൻ പറ്റിയതിന്. അനേകം ആളുകൾ ഫെയിലായി പോയെടുത്ത് ഞാൻ തലയൂരി സമാധാനമായിട്ട് കാശുണ്ടാക്കി ജീവിച്ചതിന് നന്ദി. അപ്പോൾ എൻ്റെ ജീവിതമാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഐഡൽ. അതുണ്ടാക്കി തന്ന കർത്താവിന് താങ്ക് യു. ബൈബിൾ പറയുന്നത് കർത്താവ് തന്നെയാണ് നമ്മുടെ അതിമഹത്തായ പ്രതിഫലം. അവൻ കൊണ്ടുതന്ന ഒന്നുമല്ല, നമുക്ക് തന്ന നല്ല ജീവിതമോ ഇതൊന്നുമല്ല. വി ഗോട്ട് ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ നമുക്ക് ലഭിക്കുവാൻ തക്കവണ്ണം, അവൻ്റെ സ്വന്തം പുത്രനെ നമുക്ക് ഏൽപ്പിച്ചു തരുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സ്നേഹിച്ചു. ആ പുത്രനെ നമുക്ക് ലഭിച്ചു. അതാണ് നമ്മൾ നന്ദി പറയുന്ന കാര്യം. കർത്താവേ, നിന്റെ പുത്രനെ തന്നെ ഞങ്ങൾക്ക് തന്നതിനായി, അവൻ്റെ ജീവനെ തന്നതിനായി, അവൻ്റെ നീതിയും വിശുദ്ധിയും സ്വർഗത്തിലെ അവകാശവും നമുക്ക് തന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അപ്പം നമുക്ക് വാല്യൂ ഏതിനാ? ദൈവത്തിന്. ശരിയല്ലേ? അപ്പോൾ നമ്മൾ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മൾ ശരിക്കും മഹത്വപ്പെടുത്തുന്നത് എന്തിനെയാണ്? ഈ ലോകത്തിലെ സമ്പത്തിനെയാണ്. നമ്മൾ സാക്ഷ്യം പറയുമ്പോഴും താങ്ക്സ് ഗിവിങ് മീറ്റിംഗ് ഒക്കെ നടത്തുമ്പോഴും ഞാൻ ഓർക്കാറുണ്ട്, എൻ്റെ ദൈവം എന്തിനാ താങ്ക്സ് ഗിവിങ് മീറ്റിംഗ്? ഈ പിള്ളേർക്ക് ജോലി കൊടുത്തേനാ? പിള്ളേർ രക്ഷിക്കപ്പെട്ടതിനൊരു താങ്ക്സ് ഗിവിങ് നടത്തുക. ശരിക്കും നമ്മുടെ വിശ്വാസത്തെ വഴിതെറ്റിക്കുന്നത് ഈ ലോകമോഹങ്ങളും ഉപജീവന ചിന്തകളുമാണ്. അപ്പോൾ അപ്പോസ്തലിക ഉപദേശം എന്താണെന്ന് നമ്മൾ അറിയാൻ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കാൻ പോവാണ്. എന്താണ് ഈ അപ്പോസ്റ്റോളിക് ഡോക്ട്രിൻ? അപ്പോസ്റ്റോളിക് ഡോക്ട്രിൻ എന്ന വാക്ക് തന്നെയാണ് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത്. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങളിൽ ഇതിൻ്റെ പ്രസക്തി നമുക്കറിയാം. എത്ര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോസ്തലിക ലേഖനങ്ങൾ എന്നുള്ള കാര്യം. നിങ്ങൾ ഒരിക്കൽ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നുവെങ്കിലും, അടുത്ത വാക്യം, നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ, ദ ഫോം ഓഫ് ഡോക്ട്രിൻ ദാറ്റ് യു ഹാവ് ബീൻ ടോട്ട്, നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിയുടെ ദാസന്മാരായി നിങ്ങൾ മാറിയത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ എങ്ങനെയാ നമ്മൾ പാപത്തിന്റെ ദാസ്യത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നീതിയുടെ ദാസന്മാരായി മാറുന്നത്? ഈ ഉപദേശരൂപം സ്വീകരിച്ചിട്ടാ. ഈ ഉപദേശരൂപം ഒരിക്കൽ പോലും കേൾക്കാതെ മരിക്കുന്ന എത്ര പെന്തക്കോസ്തുകാരുണ്ടെന്നറിയോ? ഒരിക്കൽ പോലും അപ്പോസ്തലിക ഉപദേശരൂപം എന്താണെന്ന് മനസ്സിലാക്കാതെ
എത്രയോ വർഷങ്ങൾ പെന്തക്കോസ്തുകാരായിരുന്നിട്ട് എങ്ങനെയാണ് പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നതെന്ന് എഴുതിയിരിക്കുന്ന പോലും മനസ്സിലാക്കാതെ മരിക്കുന്നവർ. അവർ ജീവിതകാലം മുഴുവൻ കേൾക്കുന്നതെന്നറിയോ? നിങ്ങളുടെ വിഷയങ്ങളുടെ മേലിറങ്ങി വരുന്ന ദൈവം. എത്ര പ്രാവശ്യം നിങ്ങളുടെ രോഗസൗഖ്യമായാലും, നിങ്ങൾ മരിച്ചു കിടന്നിട്ട് എഴുന്നേറ്റ് വന്നാലും നിങ്ങൾ പിന്നെ മരിക്കും. ലാസർ പിന്നെ മരിച്ചു, പിന്നെ കർത്താവ് ഒന്നുകൂടെ എഴുന്നേൽപ്പിച്ചില്ല. നമ്മുടെ പല രോഗങ്ങളും മാറിക്കാണും. ക്യാൻസറിൽ നിന്ന് വിടുതൽ തന്ന ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞ് കരഞ്ഞ് സാക്ഷ്യം പറഞ്ഞ് അങ്ങോട്ട് പോകുമ്പോഴായിരിക്കും വണ്ടി ഇടിച്ച് മരിക്കുന്നത്, അല്ലെ കോവിഡ് പിടിച്ച് മരിക്കുന്നത്. ഒന്നിന്ന് രക്ഷപ്പെട്ട അടുത്തതിൽ പിടിക്കും. നമ്മൾ എന്തായാലും മരിച്ചേ പറ്റൂ. അത്ര ഇഷ്ടപ്പെട്ടില്ലെന്നു അല്ലേ? എത്ര രോഗത്തിൽ നിങ്ങൾ വിടുതലെടുത്ത് പ്രാർത്ഥിച്ചാലും നിങ്ങൾക്ക് ഈ ലോകത്ത് ദീർഘായുസ് ഒരു പരിധി വരെ ഉള്ളൂ. പോക്കാണ്. മലയാളികളുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറഞ്ഞാൽ സെറ്റിൽ ആവുക എന്നുള്ളതാണ്, അല്ലേ? സെറ്റിലാകാൻ വേണ്ടി പ്രാർത്ഥിക്കും. പാസ്റ്റർമാരുൾപ്പെടെ എല്ലാവരും സെറ്റിലാകാൻ വേണ്ടി പ്രാർത്ഥിക്കും. എന്താ സെറ്റിൽമെൻ്റ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ പിള്ളേരെ നമ്മൾ ഒരിക്കലും കാണാത്ത ദൂരത്തേക്ക് ഓടിച്ചു വിടുക. നമ്മൾ വയസ്സനാം കാലത്ത് ഒരു വലിയ കെട്ടിടം പണിതിട്ട് അതിനകത്ത് അപ്പനും അമ്മയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുക. രോഗമായി ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മറ്റേ ആൾ ഒറ്റയ്ക്ക് മനോരമ വായിച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ബൈബിളിൽ വരയും വരച്ച് ഇരിക്കുക. അലറി വിളിച്ചാൽ പോലും ആരും കേൾക്കാത്ത ദൂരത്തിലൊരു വലിയ മണിമാളിക പണിത് അതിനകത്ത്. എന്താ സെറ്റിൽമെൻ്റ് അല്ലേ? ജീവിതകാലം മുഴുവൻ സെറ്റിൽമെൻറ്റിന് വേണ്ടി പ്രാർത്ഥിച്ചൊരു വീടുണ്ടാക്കി കർത്താവ് ഇന്ന് രാത്രി നിന്റെ പ്രാണനെ ഞാൻ ചോദിച്ചാൽ നിന്റെ അവസ്ഥ എന്താവും? ഇവിടെ പ്രവാചകന്മാർ വന്ന് നിനക്ക് അഭിവൃദ്ധി തരാൻ പോവാണ്, നിനക്ക് വലിയ കൊയ്ത്ത് വരാൻ പോകുമെന്ന് പറയുമ്പം കർത്താവ് ഒരു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഈ പ്രവാചകന്മാരൊന്നും കർത്താവ് ഇടുന്നൊന്നുമല്ല, മിക്കതിനെ. കർത്താവ് ഇന്ന് രാത്രി നിന്റെ പ്രാണനെ ചോദിച്ചാൽ നിന്റെ അഭിവൃദ്ധിയുടെ കാര്യം എന്താവും? അടുത്ത സെപ്റ്റംബറിൽ വെച്ചിരിക്കുന്ന വിടുതലുണ്ടല്ലോ, അതിൻ്റെ അവസ്ഥ എന്താവും? ജൂണിൽ കർത്താവ് വന്നാൽ എന്നിട്ട് പിന്നെ അവരുടെ അടുത്ത് പോയിരിക്കും. പണ്ടൊക്കെ ഞങ്ങൾക്ക് പ്രവാചകന്മാർ വരുമ്പോൾ പേടിയായിരുന്നു. ഇവരുള്ളതെല്ലാം വിളിച്ചു പറയും, പേടിയായിരുന്നു. ഞാൻ പലപ്പോഴും പറഞ്ഞു, എൻ്റെ പ്രവാചകന്മാരെടുത്ത് വരുമ്പം കർത്താവെ ഒന്നും വെളിപ്പെടുത്തി കൊടുക്കല്ലേ, ഞാൻ ഇനിമേലും നന്നായിക്കോളാം. കാരണം കോളേജിൽ പഠിക്കുന്ന സമയത്ത്, രക്ഷിക്കപ്പെട്ട് വരുന്ന സമയത്ത് ഭയങ്കര കുറ്റബോധമാണ്. കർത്താവ് ഇത് ദൈവത്തിന് മുമ്പിൽ എങ്ങനെ, പിന്നെ ഇതൊക്കെ അങ്ങ് ശീലമാവും. വരുന്ന സമയത്ത് ഭയങ്കര കുറ്റബോധം. അപ്പോൾ ഈ പ്രവാചകന്മാർ വരുമ്പോൾ ഇതെല്ലാം കർത്താവ് രേഖപ്പെടുത്തി വെച്ചിട്ട് എന്നെ പിടിക്കും എന്നൊരു പേടി ഉള്ളിലുണ്ട്. അതുകൊണ്ട് ഈ പ്രവാചകന്മാർ വരുമ്പോഴെല്ലാം പേടിയാണ്. അപ്പോൾ പ്രാർത്ഥിക്കും, കർത്താവെ ആ പുള്ളിക്ക് ഒന്നും വെളിപ്പെടുത്തി കൊടുക്കില്ല, ഞാൻ സമാധാനമായിട്ടൊന്ന് പൊക്കോട്ടെ, ഞാൻ മേലെ പാപം ചെയ്യില്ല. പക്ഷേ ഇപ്പോൾ പ്രവാചകന്മാർ വരുമ്പോൾ ആർക്കും ഒരു പേടിയില്ല. കാരണം ഇവർ പുകഴ്ത്താനും പൊക്കി പറയാനും പ്രോസ്പെരിറ്റി വാഗ്ദാനം ചെയ്യാനോ വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരിക്കലും പ്രാർത്ഥിക്കാത്ത അമ്മച്ചിയുടെ നേരെ നോക്കിയിട്ട് രാത്രിയുടെ യാമങ്ങളിൽ കണ്ണീരൊഴുക്കി ഞാൻ കാണുന്നു പറയുമ്പോൾ അമ്മച്ചി ഹല്ലേലൂയ എന്ന് പറയും. കാരണം കിടക്കട്ടെ, ഞാൻ ഭയങ്കര പ്രാർത്ഥനക്കാരിയാണ്, നാട്ടുകാർ അറിഞ്ഞോട്ടെന്ന് അമ്മച്ചിയും വിചാരിക്കും. പക്ഷെ ഇവരെല്ലാം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിലുള്ള ഏകാഗ്രതയിൽ നമ്മളെ തെറ്റിക്കുകയും ഈ ഭൂമിയിൽ എന്തൊക്കെയോ നല്ല കാര്യങ്ങളുണ്ടോ നമ്മളെ ധരിപ്പിക്കുകയും ഈ ലോകം മോഹിക്കാൻ കൊള്ളാവുന്നതാണ്, ഇവിടെ ഒത്തിരി സമ്പത്ത് നിങ്ങൾക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്, നിങ്ങൾ ഈ ലോകം നിങ്ങൾ അവകാശമാക്കാൻ മാത്രം മനോഹരമാണ്, കനാനല്ല നിങ്ങൾ അവകാശമാക്കേണ്ടത് മിസ്രൈമാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു ഉപദേശം കൊണ്ട് ഇവർ വരുന്നത്. പക്ഷെ അത് നമുക്കിഷ്ടമാണ്. കാരണം നമുക്ക് സ്വത്ത് ആര് തരുന്നു പറഞ്ഞാലും ഇഷ്ടമാണ്. കൊടുക്കുന്ന കാര്യം മാത്രമേ നമുക്ക് ബുദ്ധിമുട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അപ്പോസ്തലിക ഉപദേശ രൂപം നമ്മൾ കേട്ടാൽ മനസ്സിലാക്കിയാൽ നമുക്ക് ഒരാൾ സ്റ്റേജിൽ നിന്ന് ശുശ്രൂഷിക്കുമ്പോഴേ വിവേചിക്കാം ഇത് ഏതാത്മാവിനാലാണ്. അതില്ലാത്തതുകൊണ്ടാണ് നമുക്ക് വിവേചിക്കാൻ പറ്റാത്ത. ആര് വന്നാലും രണ്ട് വൈബ്രേഷനും രണ്ട് അന്യഭാഷ വരുമ്പോഴേക്കും നമ്മൾ വിചാരിക്കും ദൈവം പറയുന്നതാണ്. ഈ മല്ലപ്പള്ളിയിൽ അന്യഭാഷ നിങ്ങളെല്ലാം വിശ്വസിക്കരുത്, ഒത്തിരി ഡ്യൂപ്ലിക്കേറ്റ് ഇതിനകത്തുണ്ട്. അന്യാഗ്നിയുണ്ട്. കഴിഞ്ഞ 3-4 വർഷങ്ങൾക്ക് മല്ലപ്പള്ളിയിലൊരു പാസ്റ്ററിനോട് പറഞ്ഞാണ്, ഞാൻ അവിടെ ഇടയ്ക്കിടയ്ക്ക് പ്രസംഗിക്കാൻ പറഞ്ഞു. അപ്പം പുള്ളി പറഞ്ഞു, അവിടെ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു സ്ത്രീയുടെ തലയിൽ പോയി പാസ്റ്റർ കൈവച്ചു, ഭൂതമിളകി. അന്യഭാഷ പറഞ്ഞു ഭൂതമിളകി കഴിഞ്ഞപ്പോൾ പാസ്റ്റർ ചോദിച്ചു, നീ ആരാ? നീ എന്താ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരുന്നത്? അവർ ഈ സഭ മുടിഞ്ഞു പോണേ, പാസ്റ്റർ നശിച്ചു പോണേന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അന്യഭാഷയിൽ. യേശുവിൻ്റെ നാമത്തിൽ പോകാൻ പറഞ്ഞു പറയാം, ഇവിടെ എന്നെ 1 വർഷം ഇരുത്താൻ 25 പുതിയ ആത്മാക്കളെ ഞാനിവിടെ കൊണ്ടുവരാം, എന്നെ വിടല്ലേ. ആലോചിക്ക് എന്തെല്ലാം സാധനങ്ങൾ അതിനകത്ത്. യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കാത്ത സഭകളിൽ ആരെങ്കിലും കൈവച്ച് എന്തെങ്കിലും കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് അത് ദൈവാത്മാവാന്ന് നിങ്ങൾ വിചാരിക്കരുത്. ദൈവാത്മാവാണെങ്കിൽ അഴിഞ്ഞു പോകാത്തൊരു പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ വരും.
ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചവരായ നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് വേണ്ടി കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ആ ഞരക്കം പ്രൊഡ്യൂസ് ചെയ്യാൻ ദൈവത്തിന്റെ ആത്മാവിന് പറ്റും. കർത്താവെ വേഗം വരണമേ, ഈ ലോകമെന്ന മരുഭൂമിയിൽ ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയുമില്ല, ഒന്നും ഞങ്ങൾ കാത്തിരിക്കുന്നില്ല, നിന്നെ അല്ലാതെ ഞങ്ങൾക്ക് ഒന്നും വേണ്ട എന്ന് ഹൃദയത്തിനകത്ത് നിന്ന് ഞരക്കമുണ്ടാകുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ആത്മാവാണ്. നിങ്ങൾക്ക് ലോകത്തിന്റെ ഞരക്കമാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും ലോകത്തിലെ നശിച്ചു പോകുന്ന വിശാലമായ വഴിയിലേക്ക് നിങ്ങളെ വിടുന്ന ആത്മാവാണ്. ഓക്കെ, നമുക്ക് ആദ്യം പാപത്തിന്റെ ദാസ്യത്വം, അതാണ് ഈ അപ്പോസ്തലിക ഉപദേശത്തിന്റെ ഒന്നാമത്തെ ഘടകം. വി വെർ ഓൾ സ്ലേവ്സ് ഓഫ് സിൻ. പാപത്തിന്റെ അടിമകളായിരുന്നു നമ്മൾ. ദാസ്യത്വം, സ്ലേവറി. എന്താണ് ഈ പാപത്തിന്റെ ദാസ്യത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ പറഞ്ഞ് നമ്മൾ പാപസംബന്ധമായി മരിച്ചവരായിരുന്നു. അതിക്രമങ്ങളാലും പാപങ്ങളാലും. വി വെർ ഡെഡ് ഇൻ അവർ ട്രെസ്പാസസ് ആൻഡ് സിൻസ്. അതിക്രമങ്ങളാലും പാപങ്ങളാലും നമ്മൾ മരിച്ചവരായിരുന്നു. റോമാലേഖനം പറയുന്നത് നീതിമാൻ ഒരുത്തൻ പോലുമില്ല. നമുക്ക് നോക്കാം, നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം നമ്മളിൽ എത്ര നീതിമാന്മാരുണ്ടെന്ന് നോക്കാം. ഓക്കെ, 1-ാം അധ്യായത്തിന്റെ 29-ാം വാക്യം മുതൽ, റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 29-ാം വാക്യം മുതൽ കുറെ പാപങ്ങളുടെ ലിസ്റ്റ് പറയുന്നുണ്ട്. പാപങ്ങളുടെ അല്ല, പാപങ്ങളുടെ ലിസ്റ്റ് പറയുന്നുണ്ട്. അത് ഓരോന്നോരോന്ന് വായിച്ചു നോക്കാം. അപ്പം നമ്മൾ അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണത്തിനകത്ത് പാപിയാണെങ്കിൽ നമ്മൾ മരണയോഗ്യരാണ്. ഓക്കെ, 32-ാം വാക്യം വായിച്ചേ. ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും. അപ്പൊ ഈ വക പ്രവർത്തിക്കുന്നവരെല്ലാം എന്താണ്? മരണയോഗ്യം. അപ്പൊ നമുക്ക് വകയാണെന്ന് നോക്കാമേ. 29-ാം വാക്യം. അനീതി. ഓക്കെ, അനീതി ഉണ്ടോ നിങ്ങൾക്ക്? അറിയത്തില്ല. അനീതി ഉണ്ടെങ്കിൽ ആരും സമ്മതിക്കില്ല, അതുകൊണ്ട് നമുക്കത് വിടാം. അടുത്തത് ദുഷ്ടതയുണ്ടോ? അറിയില്ല, അത് നിങ്ങൾ സമ്മതിക്കില്ല, അത് വിടാം. 3, അത്യാഗ്രഹം ഉണ്ടോ? അയ്യോ, നിങ്ങൾ അറിഞ്ഞില്ലേ, ഈ വിശ്വാസം എന്ന് പറയുന്നത് തന്നെ അത്യാഗ്രഹമാണ്. 2 നിലയുള്ളൊരു വീട് പണിയുന്നതാണോ കൂടുതൽ വിശ്വാസം വേണ്ടത്? 2 മുറിയുള്ളൊരു വീട് പണിയാനാണ്. 2 മുറിയുള്ളൊരു വീട് പണിയുന്നതാണോ കൂടുതൽ വിശ്വാസം വേണ്ടത്? അതോ 2 നിലയുള്ളൊരു വീട് പണിയുന്നതാണ് കൂടുതൽ വിശ്വാസം വേണ്ടത്? 2 നിലയുള്ളതിനല്ലേ കൂടുതൽ വിശ്വാസം വേണ്ടത്? ഏതാ അത്യാഗ്രഹം? കൂടുതൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വലുതിനു വേണ്ടി മോഹിക്കല്ലേ അല്ലേ? പണ്ട് ഞാനൊരു കാറ് കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ച ഒരു കാലം. അപ്പോൾ ഞാൻ കർത്താവിന് പ്രാർത്ഥിച്ചൊന്നുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കർത്താവിന് ഇഷ്ടം ഞാനിങ്ങനെ ബസ് കയറി വേർത്തി എന്ന് പറയുന്നതായിരിക്കും. അതിൻ്റെതായ ഒരു വിലയുണ്ട്. പക്ഷേ എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ രാത്രി 9 മണിക്കും 10 മണിക്കും മീറ്റിംഗ് കഴിഞ്ഞ് ഇവരെന്നെ കൊണ്ടുവിടണം. അല്ലെങ്കിൽ പല സ്ഥലത്തും വഴിയിലൊക്കെ പെട്ടുപോകുന്നു. അപ്പം ഒരു വണ്ടി ഉണ്ടെങ്കിൽ മഴക്കാലത്തും വേനൽക്കാലത്തും എല്ലാം ഓടിച്ചു പോകാമല്ലോ. അപ്പം ഞാൻ വിചാരിക്കുകയാണ് ഒരു നാനോ സെക്കൻഡ് ഹാൻഡ് എടുക്കാം. കാരണം കർത്താവിനെ അധികം ബുദ്ധിമുട്ടിക്കരുതല്ലോ. പിന്നെ ഞാൻ ഈ പഴയ ഒരു സെന്നുണ്ടല്ലോ, ഒരു കുഞ്ഞു സെന്ന്, അതിൻ്റെ സെക്കൻഡ് ഹാൻഡ് കിട്ടുമെന്ന് അന്വേഷിച്ച് നടന്നു. കാശൊന്നുമില്ല, ആകെ 32 രൂപ അക്കൗണ്ടിലുള്ളൂ. 64 രൂപ. ഒരു 34 രൂപയുടെ ആരെങ്കിലും ഇടുവാണെങ്കിൽ 100 രൂപ എടുക്കാം. അതാരും ഇടാത്തതുകൊണ്ട് അതവിടെ കിടക്കുന്നത്, അല്ലെങ്കിൽ അതും എടുത്തേനെ. ആ അവസ്ഥയിലാണ്. അപ്പോൾ ഒരാളോട് പറഞ്ഞു, ഇങ്ങനൊന്നും പ്രാർത്ഥിക്കരുത്, ഇത് അവിശ്വാസമാണ്. ഒരു ഇന്നോവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇപ്പോൾ കൂടുതൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഏതാ? സെക്കൻഡ് ഹാൻഡ് നാനോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണോ ഇന്നോവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണോ? പറ, ഏതാ അത്യാഗ്രഹം? അപ്പം അത്യാഗ്രഹം വർദ്ധിക്കുന്നതനുസരിച്ചല്ലേ നമ്മൾ വിശ്വാസം കൂടി എന്ന് പറയുന്നത്. കണ്ടോ? നിങ്ങൾ കണ്ടോ? എനിക്ക് കർത്താവ് കാറ് തന്നു. ആ ഒരു സെക്കൻഡ് ഹാൻഡ് കാർ മാത്രമേ എനിക്ക് സ്വന്തമായിട്ട് ലോകത്തുള്ളൂ. അത് പൈസ ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ടല്ല. ഞാൻ ഇഷ്ടംപോലെ ശുശ്രൂഷ, എല്ലാ സമയത്തും ശുശ്രൂഷയുള്ള ആളാണ്. 2-3 പ്രാവശ്യം വിദേശത്ത് അവിടെയൊക്കെ 1 വർഷം പോകുന്നതാണ്. പക്ഷേ നമ്മുടെ ലൈഫിന് അത്രേ പറ്റുള്ളൂ. കാരണം നമ്മുടെ ചുറ്റും അത്ര ആൾക്കാരുണ്ട്, അത്രയും മിഷണറി വർക്കുണ്ട്. നമുക്ക് അനുദിനം ജീവിച്ചു പോകുന്നുള്ള അതിനൊക്കെ കൂടുതൽ ഞങ്ങൾക്ക് സ്വന്തമായി വീടോ സ്വത്തോ പ്രോപ്പർട്ടി ഉണ്ടാവുകയും ഇല്ല എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഇല്ല എന്ന് പറയുമ്പോൾ ഉണ്ടാകാൻ വേണ്ടിയല്ല, ആവശ്യമില്ല. കാരണം ഒത്തിരി സഹോദരന്മാർ ഒരു പ്രയോജനമില്ലാതെ ഇവിടെ വീടുകൾ പണിയുന്നുണ്ട്. അവിടെ എവിടെയെങ്കിലും ഞങ്ങൾ കയറി കിടക്കും. ഓക്കെ ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്യാഗ്രഹം വർദ്ധിക്കുന്നതനുസരിച്ചാണ് നമ്മൾ എന്തു പറയുന്നതിന് വിശ്വാസം കൂടി. അപ്പോൾ അത് കിടപ്പുണ്ട് നമ്മളെല്ലാം. ഈ ദൈവം ഭയങ്കര ശക്തനാന്ന് പറയുന്നുണ്ട്,
നമ്മുടെ എല്ലാ ഉള്ളിലൊരു അത്യാഗ്രഹമുണ്ട്. എൻ്റെ കൊച്ചിന് ഫസ്റ്റ് റാങ്ക് കിട്ടും, നമ്മുടെ ദൈവം വിചാരിച്ചാൽ സാധിക്കാത്തതെന്നുണ്ട്. അപ്പോൾ ദൈവത്തെ വെച്ചാൽ നമ്മുടെ അത്യാഗ്രഹം മൊത്തം അതുണ്ട്. അപ്പം മിക്കവാറും മരണയോഗ്യരായി കഴിഞ്ഞു. ഇനി അടുത്ത വായിച്ചേ. ദുർബുദ്ധി, ഇതൊന്നും നമ്മൾ സമ്മതിക്കുന്ന കാര്യമല്ല. അടുത്ത അത്യാഗ്രഹം നമ്മൾ സമ്മതിച്ചേ പറ്റൂ. അടുത്തത് അസൂയുണ്ടോ? അടുത്തത് കുലയല്ല കേട്ടോ, കൊല. അത് പഴയ ഭാഷ. കുല, വാഴക്കുല, അതല്ല, കൊല. അടുത്തത് കൊലയൊന്നും നമുക്ക് പോകാറില്ല. ഈ പിണക്കമുണ്ടോ? ഉണ്ടല്ലേ, അസൂയം പിണക്കമൊക്കെ ഉണ്ടല്ലേ. എല്ലാം മരണയോഗ്യമായ പാപം. അടുത്തത് കപടം ഉണ്ടോ? അയ്യോ, വിശ്വാസികൾക്ക് ഏറ്റവും കൂടുതൽ കപടം. കാരണം നമുക്ക് ദേഷ്യം വന്നാലും ദേഷ്യം കാണിക്കാൻ പറ്റില്ല, കാണിച്ചാൽ കർത്തവ്യം എടുക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ദേഷ്യം ഉണ്ടെങ്കിലും നമ്മൾ ആൾക്കാരെ കാണുമ്പോൾ എൻ്റെ അമ്മാമ്മയെ എത്ര നാളായി കണ്ടിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം ചോദിച്ചേ പറ്റൂ. മുഖം കറുപ്പിച്ച് കഴിഞ്ഞാൽ ആ അമ്മാമ്മ ഇരുന്ന് 4 പേരോട് പറയും, കണ്ട അവൾ എന്നെ കണ്ടിട്ട് മുഖം കറുപ്പിച്ചിട്ട് പോയിട്ട് അന്യഭാഷ കർത്തൃമേഷ എടുത്തുകൊണ്ട് പോയേക്കുവാന്ന് പറയും. അവിടെ നിന്ന് അന്യഭാഷ പറയുന്നുണ്ടെന്ന് പറയും. അതുകൊണ്ട് നമ്മൾ പാസ്റ്റർമാരായാലും എത്രമാത്രം പാസ്റ്ററിനെ ഉപദ്രവിച്ച ആളായാലും ഇയാളെ കാണുമ്പം അച്ചായ പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞേ പറ്റൂ. കപടം കാണിച്ചേ. പാസ്റ്ററെ വീട്ടിൽ വന്നിട്ട് പോണേ, ആഹാരം കഴിച്ചിട്ട് പോകല്ലേ, ചുമ്മാതാ കപടം. ഈ ഒരു ഡ്യൂപ്ലിസിറ്റി അല്ലെങ്കിൽ ഡിപ്ലോമസി ആണ് ഇന്ന് ജീവിച്ചു പോകാൻ നമ്മളെ സഹായിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിലുള്ളതെല്ലാം അടുത്തുള്ള ആൾക്ക് വായിക്കാമെങ്കിൽ നമ്മൾ അടുത്തുപോലും ഇരുത്തത്തില്ല. സോ വി പ്രിറ്റൻഡ് എ ലിറ്റിൽ ബിറ്റ്. നമ്മൾ ഇത്തിരി അഭിനയിച്ചു. അപ്പം കപടം എന്തായാലും കുറച്ച്. അടുത്തത് രാവിലെ എഴുന്നേറ്റാൽ കാപ്പി കുടിക്കാതെ വേറെ നിവൃത്തിയില്ല എന്ന് ചിന്തിക്കുന്നവർ തൊട്ട് അതിഭയങ്കരമായ വൃത്തികെട്ട കാര്യങ്ങൾക്ക് അടിമകളായവർ വരെ അതിനകത്ത് വരും. അടുത്തത് കുരുളക്കാർ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ കയ്പ് വെച്ചുകൊണ്ടിരിക്കുന്നവരാ കേട്ടോ. അടുത്ത് ഏഷണിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പ്രാർത്ഥനാശീലമുള്ള ആൾക്കാർ. ഉദാഹരണത്തിന് ഞാൻ ആ ബ്രദറിനെ കുറിച്ച് പറഞ്ഞു, നിങ്ങളൊന്നും വിചാരിക്കരുത് ഞാൻ നിങ്ങളോട് മാത്രം പറയുന്നുള്ളൂ, പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് കേട്ടോ, അല്ലാതെ ഒരു കാര്യമില്ല. ഇതാണ് ഏഷണി എന്ന് പറയുന്ന സാധനം. ഇവർ വേറൊരാളുടെ ഇങ്ങനെ തന്നെ പറയും, പ്രാർത്ഥിക്കാൻ വേണ്ടി പറയും. 4 പ്രാർത്ഥന കഴിയുമ്പോഴേക്കും ഇത് മനോരമയിൽ കൊടുത്തതിനേക്കാളും വലിയ രീതിയിൽ ഇത് സ്പ്രെഡാവും. പിന്നെ നമ്മൾ ഏഷണി എന്ന് പറയുന്നത് എന്താ പവറാണെന്നറിയോ ഏഷണിക്ക്. ഈ നാട്ടുകാർക്ക് അങ്ങനെ അത്ര ഏഷണി സ്വഭാവമില്ല, വിശ്വാസികൾക്കാണ് ഭയങ്കര ഏഷണി സ്വഭാവം. കാരണം അവരെല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ക്രിസ്തുവിൻ്റെ പോലത്തെ പെരുമാറ്റം അവരിൽ ഒഴിച്ച് ഞാൻ നോക്കുമ്പോൾ എന്നിലൊഴിച്ച് ബാക്കി എല്ലാവരിലും ഞാൻ പ്രതീക്ഷിക്കുന്ന ക്രിസ്തുവിൻ്റെ പോലുള്ള സ്വഭാവം. അതാണ് ഇതിൻ്റെ പ്രശ്നം. അങ്ങനെ കാണാതെ വരുമ്പോൾ നമ്മൾ അവരെല്ലാം കുറ്റം പറയും. അടുത്തത് അതെന്തായാലും നമ്മൾ ചെയ്യാറില്ല. നിഷ്ഠൂരന്മാർ, അത് മെഷർ ചെയ്ത് നോക്കണം, അറിയത്തില്ല. അടുത്തത് ഗമ കാണിക്കുന്നവർ. ഗമ എങ്ങനെ കാണിക്കുന്നത്? നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് ഗമ കാണിക്കുന്നത്. അടുത്തത് ആത്മപ്രശംസക്കാർ, തള്ളുന്നവർ. അടുത്തത് പുതുദോഷം സങ്കല്പിക്കുന്നവർ. ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ. ഈ വക പ്രവർത്തിക്കുന്നവരെല്ലാം മരണയോഗ്യർ എന്നുള്ള ദൈവത്തിൻ്റെ ന്യായം അവരറിഞ്ഞിരുന്നിട്ടും അവ പ്രവർത്തിക്കുക മാത്രമല്ല, ആ പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് ഞാനൊരു ചർച്ച പ്രസംഗിച്ചപ്പം കേരളത്തിലല്ല, ഇന്ത്യക്ക് വെളിയിലുള്ളൊരു പാസ്റ്റർ ഭയങ്കരമായിട്ട് നിലവിളിച്ചു. പുള്ളി എന്നോട് പറഞ്ഞു, പാസ്റ്ററെ എന്ത് ചെയ്യും, നമ്മളെല്ലാം പോക്കാണല്ലോ, എങ്ങനെ സ്വർഗത്തിൽ പോവും? പുള്ളി ഒരൊറ്റ നിലവിളിയായിരുന്നു. ആ ചർച്ചിൽ ഞാൻ പോകുന്നുണ്ട് ഒരു മാസത്തെ ക്ലാസ് എടുക്കാൻ. നമ്മളെല്ലാം നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഡിസ്ക്വാളിഫൈഡ് ആണ്. നമ്മൾ മറ്റുള്ളവരെ വിധിക്കുന്നുണ്ട്, മറ്റുള്ളവരെല്ലാം മോശമെന്ന് വിചാരിക്കുന്നുണ്ട്, നമ്മൾ എന്തൊക്കെയോ ചെയ്തു നമ്മൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ വേദപുസ്തകം പറയുന്നത് ബൈബിൾ പിടിച്ചുകൊണ്ട് നടക്കുന്നവൻ്റെ ഉള്ളിലും അസൂയയാണ്, ബൈബിൾ പിടിക്കാതെ നടക്കുന്നവൻ്റെ ഉള്ളിലും അസൂയയാണ്. ദർ ഇസ് നോ ഡിഫറൻസ്. അവർക്കും അത്യാഗ്രഹമാണ്, നമുക്കും അത്യാഗ്രഹമാണ്. അവർക്കും അസൂയാണ്, നമുക്കും അസൂയാണ്. അപ്പം എസെൻഷ്യലി ക്യാരക്ടറിൽ ഒരു മാറ്റവും ഇല്ല. നമ്മുടെ കയ്യിൽ ബൈബിളുണ്ട്, അന്യഭാഷയുണ്ട്, സഭയുടെ കൽപ്പനകളുണ്ട്, പക്ഷെ ഒരു മാറ്റവും ഹൃദയത്തിൽ വരുന്നില്ല. അപ്പം ചില കാര്യങ്ങൾ നമ്മൾ നിഷ്ഠൂരന്മാരോ കൊലപാതകികളോ അല്ലെങ്കിലും, നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കി, ഇതിനകത്ത് ലൈംഗികമായ പാപങ്ങളെക്കുറിച്ച് പരാമർശിച്ചിട്ടേ ഇല്ല. വ്യഭിചാരം പോലും ഉൾപ്പെടുത്തിയിട്ടില്ല, ഈ ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അതോ അതിനേക്കാളൊക്കെ കൂടിയ സാധനങ്ങളാണ്. അപ്പം ഈ കാര്യങ്ങളിൽ പോലും ഇടർച്ച വന്നാൽ മരണത്തിന് യോഗ്യരാണ്. ഇതിനകത്ത് വിഗ്രഹാരാധന ഉൾപ്പെടുത്തിയിട്ടില്ല, അതായത് മാരകമായ പല പാപങ്ങളും ഉൾപ്പെടുത്തിയിട്ടില്ല ഈ ലിസ്റ്റിൽ.
കള്ളം പറയുന്നത് പോലും, അതായത് ഒബ്വിയസ് ആയിട്ടുള്ള പാപങ്ങൾ പോലും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. എന്നിട്ടും നമ്മളെല്ലാം പാപികളായിട്ട് കാണപ്പെടുന്നു. ഇതിന്റെ ഉത്തരം വരുന്ന എവിടെയാണെന്നറിയാമോ? 3-ാം അധ്യായത്തിലേക്കാണ്. 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം വായിച്ചു നോക്കി. ആകയാൽ എന്ത് നമുക്ക് വിശേഷതയുണ്ടോ? അശേഷമില്ല. യഹൂദന്മാരും യവനന്മാരും പെന്തക്കോസ്തുകാരും നാട്ടുകാരും ഒരുപോലെ പാപത്തിന് കീഴാകുന്നുവെന്ന് നാം തെളിയിച്ചുവല്ലോ. ഈ 1-2 അധ്യായത്തിലൂടെ എന്താ തെളിഞ്ഞത്? ബൈബിൾ എടുത്തുകൊണ്ട് നടക്കുന്നവനും യഹൂദൻ, ന്യായപ്രമാണം ഉള്ളവൻ. ബൈബിൾ കയ്യിലില്ലാത്തവനും, അതായത് മനസാക്ഷി മാത്രമുള്ളവനും ഒരുപോലെ പാപികൾ. കാരണം രണ്ടുപേരുടെ ഉള്ളിൽ അത്യാഗ്രഹമാണ്, രണ്ടുപേരുടെ ഉള്ളിൽ അസൂയാണ്, കുശുമ്പാണ്, രണ്ടുപേരുടെ ഉള്ളിൽ വൈരാഗ്യ ബുദ്ധിയുണ്ട്, കുരളയുണ്ട്, ഏഷണിയുണ്ട്. അവിടെ ഇവിടെ എല്ലാം ഒരു വ്യത്യാസവും മനുഷ്യന് ഉണ്ടാകുന്നില്ല. അടുത്ത വാക്യം. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഒറ്റയാൾ പോലുമില്ല. 2000 വർഷം ന്യായപ്രമാണത്തിന്റെ കീഴിൽ ജനം ഇരുന്നാലും ഒരു നീതിമാനെ ഉണ്ടാക്കാൻ ന്യായപ്രമാണത്തിന് പറ്റുന്നില്ല. നീതി പ്രവൃത്തികളെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ നീതിമാനെ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അപ്പൊ ദൈവം ഉയരത്തിൽ നോക്കുമ്പോൾ തന്റെ പുത്രനായ യേശുക്രിസ്തു അല്ലാതെ നീതിമാനില്ല. സ്വർഗത്തിൽ പോകാൻ യോഗ്യതയുള്ളവരുമില്ല. സമ്മതിച്ചോ? ഇങ്ങനെയാണ് അപ്പോസ്തലിക ഉപദേശം തുടങ്ങുന്നത്. അപ്പൊ നമ്മുടെ ലൈഫിൽ ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത് എന്താണ്? ഞാൻ അയോഗ്യനും പാപിയും മരിച്ചവനും സ്വർഗത്തിൽ പോകാൻ യോഗ്യതയില്ലാത്ത പാപ സ്വഭാവങ്ങളുടെ അടിമയുമായ ഒരു നികൃഷ്ടനായ മനുഷ്യൻ എന്ന് എന്നെക്കുറിച്ച് തോന്നിയില്ലെങ്കിൽ എനിക്ക് അപ്പോസ്തലിക ഉപദേശം സ്വീകരിക്കാൻ പറ്റത്തില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ റോമാലേഖനം, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ബൈബിൾ കോളേജ് 3 വർഷം പഠിച്ച ആളാണ്, നല്ല മാർക്കോടെ പാസ്സായ ആളുമാണ്. പക്ഷെ എനിക്ക് റോമാലേഖനത്തിന് നല്ല മാർക്കായിരുന്നു. 196 മാർക്കോടുകൂടി ഞാൻ റോമാലേഖനം പാസ്സായത് ആ പേപ്പറിന്. പക്ഷെ എനിക്ക് റോമാലേഖനം അന്നേരം ഒന്നും മനസ്സിലായില്ല. വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ 10 വർഷം ആന്ധ്രാപ്രദേശിൽ മിഷണറിമാരായിരുന്നു. അതിനുശേഷം ഞങ്ങൾ കേരളത്തിൽ വന്നു. കേരളത്തിൽ നിന്നിങ്ങനെ സുവിശേഷ പ്രസംഗങ്ങളൊക്കെ ആയിട്ട് പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ചു. അങ്ങനെ ഒരു ദിവസം ബാംഗ്ലൂരിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു ചർച്ചിൽ പ്രസംഗിക്കാൻ പോയി. ഒരു പാസ്റ്റേഴ്സ് മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അവിടെ അദ്ദേഹം എന്നോട് ഉച്ചയായപ്പോൾ എന്നോട് പറഞ്ഞു, വൈകിട്ട് ഇനി മീറ്റിംഗ് ഉള്ളൂ, പാസ്റ്ററുടെ ഒരു മകൻ ഇവിടെ ഒരു HIV കെയർ സെൻ്ററിലുണ്ടല്ലോ. അപ്പം ഞങ്ങൾക്ക് 4 പിള്ളേരാണ്, 3 പേര് അഡോപ്റ്റഡ് ആണ്, ഒരാളാണ് സ്വന്തം മകൻ. അപ്പം ഈ ഒരു അഡോപ്റ്റഡ് സൺ HIV പോസിറ്റീവാണ്. അപ്പോൾ നമുക്ക് അവനെ ഒന്ന് പോയി കാണാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 2 പേരുടെ അവൻ്റെ അടുത്ത് ചെന്നു. അവൻ വന്നു, സ്നേഹമായിട്ട് സംസാരിച്ചു, വർത്തമാനം പറഞ്ഞു പോയി. വൈകിട്ട് മീറ്റിംഗ് കഴിഞ്ഞപ്പം ഈ പാസ്റ്റർ എഴുന്നേറ്റെന്ന് പറഞ്ഞു, ഇന്ന് ഞങ്ങളൊരു അത്ഭുതമായ ഒരു കാഴ്ച ഞാൻ കണ്ടു. ഇന്ന് HIV കെയർ സെൻ്ററിൽ ചെന്നപ്പോൾ അവിടെ ഒരു മോൻ ഓടി വന്ന് പാസ്റ്ററെ കെട്ടിപ്പിടിച്ചു, പപ്പ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചു. ഒരു ഭയങ്കര അത്ഭുതകരമായ കാഴ്ചയായിരുന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കൊരു മിനിറ്റ് തരാം. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ പുള്ളി പറഞ്ഞു ഓക്കെ. ഞാൻ പറഞ്ഞു, അത് അവൻ എന്നോടുള്ള സ്നേഹമാണ്, എനിക്ക് അവനോടുള്ള സ്നേഹമല്ല. കാരണം 2 ആഴ്ച മുമ്പ് ഇതേ ബാംഗ്ലൂർ പട്ടണത്തിൽ വെച്ച് ദൈവം എന്നെ കാണിച്ചു തന്നാണ് എൻ്റെ ഉള്ളിൽ സ്നേഹമൊന്നും ഇല്ല എന്നുള്ള കാര്യം. കാരണം 2 ആഴ്ച മുമ്പ് ഞങ്ങൾ കുടുംബമായിട്ട് ഇവനെ കാണാൻ വേണ്ടി ചെന്നു. രാവിലെ മുതൽ ഉച്ച വരെ അവിടെ ഇരുന്നു. ഉച്ചയായപ്പം ഞങ്ങൾ പിരിയുന്നു, ഞങ്ങൾ വണ്ടിയിൽ കയറുന്നു, ഡോർ അടയ്ക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഒന്നും കൂടെ ഇവനോടൊന്നും ബൈ പറയാം. എൻ്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. ഞാൻ 2ാമത് ഇറങ്ങി ചെന്നു. അവനിങ്ങനെ ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു, മോനെ പപ്പ അടുത്ത മാസം വരാൻ കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മീറ്റിംഗ് ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അവൻ എന്നെ വട്ടം അങ്ങ് കെട്ടിപ്പിടിച്ചോട്ട് ഒരൊറ്റ കരച്ചിലായിരുന്നു. കരച്ചിലെന്ന് പറഞ്ഞാൽ കണ്ണുനീരിങ്ങനെ ഷർട്ട് മുഴുവൻ നനയ്ക്കുന്ന പോലെ. ഇപ്പോൾ കുറേ നേരം ഞാൻ വിചാരിച്ചു അവൻ കരയട്ടെ എന്ന് വിചാരിച്ചു. കരഞ്ഞു കഴിഞ്ഞ് ഞാൻ വണ്ടിയെ കയറി മുമ്പോട്ട് പോകുന്ന വഴിക്ക്
കർത്താവിനോട് ഞാൻ ചോദിച്ചു, കർത്താവ് എന്തുകൊണ്ടാണ് എനിക്ക് അവനെ എൻ്റെ വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റാതെ പോകുന്നത്? അപ്പോൾ കർത്താവ് പറഞ്ഞു, അവൻ നിന്റെ രക്തത്തിൽ പിറന്ന മകനല്ലാത്തതുകൊണ്ടാണ്. അതൊരു ഭയങ്കര അടി പോലെയായിരുന്നു. ഞാൻ വിചാരിച്ചു എനിക്ക് അവനോട് ഭയങ്കര സ്നേഹമാണ്. പക്ഷേ കർത്താവ് പറഞ്ഞു, നിന്റെ സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞിനോടുള്ള സ്നേഹം നിനക്ക് ഇവനോട് ഇല്ലാത്തതുകൊണ്ടാണ് ഇവനിങ്ങനെ ചിൽഡ്രൻസ് ഹോമിൽ അല്ലെങ്കിൽ കെയർ ഹോമിൽ താമസിക്കുന്നത്. അപ്പോൾ ഞാൻ കർത്താവിനോട് പറയണം, കർത്താവ് 3 വയസ്സുള്ളപ്പോൾ ഞങ്ങളുടെ അടുത്ത് വന്നപ്പോൾ HIV പോസിറ്റീവ് ആയിരുന്നു. അവനെ ഞങ്ങൾ എടുത്തുകൊണ്ട് നടന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, മുറിവ് കെട്ടി, ഞങ്ങളുടെ കൂടെ താമസിപ്പിച്ചു, ഞങ്ങളുടെ പിള്ളേരുടെ ആഹാരം കഴിച്ചു, ഞങ്ങളുടെ കൂടെ താമസിച്ചു, ഞങ്ങളോട് ജീവിച്ചു. 10 വർഷം ഞാൻ അവനെ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്ത്, എൻ്റെ പേരിൻ്റെ ഇനിഷ്യൽ വെച്ച് ചേർത്തു. മകനെന്ന് പപ്പ അമ്മ എന്ന് വിളിപ്പിച്ചു, മോനെ എന്ന് വിളിച്ചു, കൊണ്ടു നടന്നു, ചികിത്സിച്ചു. 10 വർഷം കഴിഞ്ഞപ്പോൾ അവന് ചികിത്സ വേണ്ടി വന്നു. കേരളത്തിലോട്ട് ഞങ്ങൾ പോരേണ്ട ഒരു സാഹചര്യത്തിൽ ഇവനെ കേരളത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അപ്പനും അമ്മയ്ക്കും HIV ഇല്ല, മോൻ എങ്ങനെ HIV വന്നു, ഇവൻ എവിടെ നിന്ന് വന്നാണ്, എന്താ കാരണം എന്നൊക്കെ അന്വേഷിച്ചാൽ ഇവിടെ വലിയ പ്രശ്നമാണ്. അവിടെ ചിൽഡ്രൻസ് ഹോം പോലെ എടുത്ത് വളർത്തിയ പിള്ളേരാണ്. കാരണം ലീഗലി നമുക്കൊരു കുഞ്ഞുള്ളതുകൊണ്ട് അഡോപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒത്തിരി ലീഗൽ പ്രശ്നങ്ങളുണ്ട്. കേരളത്തിൽ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ വിവേചനമാണ്. കേരളത്തിലെ ആൾക്കാർക്ക് ഭയങ്കര പ്രശ്നമാണ്. HIV ഉള്ള ഒരാളെന്ന് പറഞ്ഞാൽ നമ്മൾ ദൂരെ പോലും നിർത്തത്തില്ല. അപ്പം ഇങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അല്ലേ കർത്താവ് ഇവനെ കെയർ സെൻറ്ററിൽ വിടേണ്ടി വന്നത് എന്ന് ഞാൻ കർത്താവിൻ്റെ ആർഗ്യൂ ചെയ്യുമോ വണ്ടി ഓടിച്ചോണ്ട്. അപ്പോൾ കർത്താവ് പറഞ്ഞു, നീ എത്ര തർക്കുത്തരം പറഞ്ഞാലും ഇത് നിൻ്റെ രക്തത്തിൽ പിറക്കാത്ത മകനായതുകൊണ്ടാണ് ഇവിടെ താമസിക്കുന്നത്. പെട്ടെന്ന് എൻ്റെ ഉള്ളിലേക്ക് വന്നു, ഇതെൻ്റെ സ്വന്തം മകനാണ് ഇത് സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ അവനെ ബാംഗ്ലൂരിലെ കെയർ സെൻറ്ററിൽ കൊണ്ടുപോയി വിട്ടിട്ട് എറണാകുളത്ത് പോയി ഒരു വാടകയ്ക്ക് വീടെടുക്കുമോ? ഒരിക്കലുമില്ല. ബാംഗ്ലൂർ കെയർ സെൻറ്ററിൽ ചികിത്സ അവന് വേണമെങ്കിൽ അവനവിടെ താമസിപ്പിക്കുമായിരിക്കാം. പക്ഷെ ഞാൻ അതിനടുത്ത് തന്നെ ഒരു വീടെടുത്തേനെ. എല്ലാ ദിവസവും പോയി അവൻ്റെ കൂടെ ഇരുന്ന് കരഞ്ഞേനെ, പ്രാർത്ഥിച്ചേനെ, നിലവിളിച്ചേനെ. എൻ്റെ ഹൃദയത്തിലൊരു ദുഃഖത്തിൻ്റെ ഭാരമായിട്ട് അതിങ്ങനെ കിടന്നേനെ. പക്ഷെ ഒന്നും എനിക്കില്ല. ഞാൻ പറഞ്ഞു, കർത്താവേ ശരിയാണ്, നീയാണ് എപ്പോഴും ശരി, ഞാൻ എപ്പോഴും തെറ്റാണ്. ഞാൻ പറഞ്ഞു, കർത്താവേ ഞാൻ അവിടെ പോയി താമസിക്കാം, ബാംഗ്ലൂരിലോട്ട് പോകാം. കർത്താവ് പറഞ്ഞു, നീ ആ സെൻറ്ററിന് നടുക്ക് താമസിച്ചാലും നിൻ്റെ ഹൃദയത്തിൽ ഇതില്ല, ഉണ്ടാക്കാനും പറ്റത്തില്ല. അവിടെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്, മനുഷ്യൻ എത്ര പ്രവർത്തിച്ചെന്ന് പറഞ്ഞാലും അവൻ്റെ ഹൃദയത്തെ നന്നാക്കാൻ അവന് സ്വന്തമായിട്ട് കഴിവില്ല. അന്നേരമാണ് റോമാലേഖനം എനിക്ക് മനസ്സിലാകുന്നത്, പാപികളുടെ മേലുള്ള ദൈവത്തിൻ്റെ കരുണ എന്താണ്. നമ്മുടെ ശരീരത്തിലുള്ള ഹോർമോണുകൾക്ക് ദേഷ്യം പിടിപ്പിക്കാൻ അറിയാം നമ്മളെ. നമ്മുടെ കുഞ്ഞുങ്ങളെ, സ്വന്തം കുഞ്ഞിനെ കാണുമ്പോൾ വാത്സല്യം ഉണ്ടാക്കാൻ അറിയാം. പക്ഷേ ഒരന്യ ആളോട് എനിക്ക് അകപ്പ ഉണ്ടാക്കാനുള്ള ഹോർമോണുകളും നമുക്കില്ല. നമ്മുടെ ശരീരം സ്പിരിച്വലി ഡെഡാണ്. അത് അങ്ങനെയുള്ളതൊന്നും പുറപ്പെടുവിക്കുന്നില്ല. വി ആർ ഹെൽപ്ലെസ്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇപ്പം ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാനുള്ള വേർവിത്താൾ, അതിനുള്ള സാധനങ്ങൾ നമ്മുടെ ഉള്ളിലില്ല, കപ്പാസിറ്റി ഇല്ല. അപ്പോൾ ഞാൻ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ സ്നേഹം എൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം, നിങ്ങളുടെ മകൻ പരീക്ഷയ്ക്ക് തോറ്റെന്ന് വിചാരിച്ചോ, ഭയങ്കര ദേഷ്യമാണ്, വീട്ടിൽ ഭയങ്കര വഴക്കുണ്ടെങ്കിൽ നീ എന്താണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്, നാണക്കേട് ഉണ്ടാക്കി വെക്കാനല്ലടാ എന്ന് വെച്ചാൽ ഭയങ്കര യുദ്ധമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു അയൽവക്കത്തെ കൊച്ചും പരീക്ഷയ്ക്ക് തോറ്റു എന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സന്തോഷമാണ് ഉണ്ടാകുന്നത്? വിഷമം ഡബിൾ ആവോ അതോ ഉള്ള വിഷമം ഇത്തിരി കുറയോ? പറ ഉള്ള വിഷമം ഇത്തിരി കുറയോ അല്ലേ? എന്താ നമ്മുടെ ഹൃദയം അങ്ങനെയാണ്. നമുക്ക് നമ്മുടെ ജഡത്തിലുണ്ടാകുന്ന വാത്സല്യമല്ലാതെ നമുക്ക് അഗപ്പേ എന്ന് പറയുന്നൊരു സാധനം ഒരു അന്യ ആളോട് ഉണ്ടാക്കാൻ പറ്റത്തില്ല. നമ്മളെ കൊണ്ട് നമ്മൾ വിചാരിച്ചാൽ സാധിക്കില്ല. അത് നമ്മുടെ പ്രകൃതമാണ്. ഇപ്പോൾ ഒരാളെൻ്റെ കർണത്തിന് അടിക്കാൻ വേണ്ടി കൈ വീശുമ്പം എനിക്ക് ആ കർണം എന്നാൽ ഇവിടെ കൂടെ അടിച്ചോളാൻ ന്യായമായിട്ടും പറയാൻ പറ്റില്ല. കാരണം എനിക്ക് ഓടി രക്ഷപ്പെടാനുള്ളൊരു ഡിഫൻസ് മെക്കാനിസം എൻ്റെ ഉള്ളിലുണ്ട്, അല്ലെ തള്ളി മാറ്റാൻ എനിക്കത് ശ്രമിച്ചേ പറ്റൂ. ഒരുത്തനെൻ്റെ കസേര അടിച്ചു മാറ്റും എന്ന് കാണുമ്പോൾ അവന് ഒതുക്കുക എന്ന് എൻ്റെ ഉള്ളിൽ വരും. ശരിയല്ലേ? ഈ അസൂയയും കുശുമ്പും എങ്ങനെയാണ് കല്യാണങ്ങൾക്കകത്ത് വരുന്നത്? ഒരു ലേഡി നോക്കുമ്പം എൻ്റെ ഭർത്താവ് വേറൊരു പെണ്ണുമായിട്ട് സംസാരിക്കുന്നു, അതിനകത്ത് ഇത്തിരി ചിരി കൂടിയിട്ടുണ്ടോ? എനിക്ക് ഭീഷണി വന്നിരിക്കുന്നു ആ പെണ്ണ്. അസൂയപ്പെടാതിരിക്കാൻ പറ്റില്ല. 2 വർത്താനം പറഞ്ഞേ പറ്റൂ. പോടി ഇറങ്ങി ചിലപ്പോൾ പറയും. കാരണം ഇത് ജീവന്റെ പ്രശ്നമാണ്. അല്ലെ ഭർത്താവിൻ്റെ തലക്കെട്ട് എന്തേലും വെച്ചൊന്ന് പൊട്ടിക്കാൻ തോന്നും.
ശരിയല്ലേ? മനുഷ്യൻ്റെ പ്രവണതകൾ അങ്ങനെയാണ്. അവനോടാണ് കർത്താവ് വന്നിട്ട് പറയുന്നത്, നീ ശത്രുവിനെ സ്നേഹിക്കും മോനെ. നിൻ്റെ കരണത്തടിക്കുമ്പോൾ നിൻ്റെ മൊബൈൽ ഫോൺ ഒരുത്തൻ എടുത്തുകൊണ്ട് പോയാൽ അവനെ വിളിച്ചു നിർത്തിയിട്ട് ചാർജറും കൂടെ കൊടുത്തു വിട്. നിൻ്റെ കാർ ഒരുത്തൻ കള്ളത്താക്കോലിട്ട് തുറക്കാൻ ശ്രമിച്ചാൽ, എടാ മോനെ ഇതേ നശിപ്പിക്കല്ലേ, ഇത് ഇന്ന ഒറിജിനൽ താക്കോലും ഡോക്യുമെൻറ്റ്സ് ഒന്നും പറഞ്ഞ് കൊടുത്ത് വിട്. ചില ആൾക്കാർ വന്നിട്ട് ഭീഷണിപ്പെടുന്ന കാണാം സ്റ്റേജിൽ നിന്നുകൊണ്ട്, മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ നീയൊക്കെ നരകത്തിൽ പോവും. ആ പറയുന്നയാളും പോവും. അതാണ് ഇതിൻ്റെ പ്രശ്നം. ഇത് അത്ര കട്ടിയുള്ളൊരു കാര്യമാണ്. ഇവിടെ നമുക്ക് വിശ്വാസത്തിലൂടെ അല്ലാതെ, കൃപയാലല്ലാതെ പ്രവേശിക്കാൻ പറ്റാത്ത ഒരു അതിവിശുദ്ധ സ്ഥലമാണത്. അവിടെ അനുസരണം ഉണ്ടാവുക എന്ന് പറയുന്നത് എളുപ്പമല്ല. ഇത് നമ്മൾ ഓരോ വിശ്വാസിയും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. ആ അനുസരണം ദൈവത്തിന് മാത്രമേ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അഗപ്പേ എന്ന് പറയുന്ന സ്നേഹം ആത്മാവിന് മാത്രം ഉണ്ടാക്കാൻ പറ്റുന്ന, നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ല. നീതിമാൻ ആരുമില്ല. അടുത്ത വാക്യം എന്താ? ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല. ദൈവത്തെ അന്വേഷിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കില്ല. പല ആൾക്കാരും പറഞ്ഞ ഞാൻ കർത്താവ് ഉണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുമായിരുന്നു. എനിക്ക് വിശ്വാസമില്ല കേട്ടോ. നമുക്ക് തോന്നുന്ന, എനിക്കും തോന്നിയിട്ടുണ്ട് കർത്താവ് ഉണ്ടോ ഇല്ലയോ ഞാൻ അന്വേഷിച്ചതായിട്ട്. പക്ഷെ കർത്താവ് ഉണ്ടോ ഇല്ലയോ എന്നല്ല ഞാൻ അന്വേഷിച്ചത്. ഞാൻ അന്വേഷിച്ചത് എൻ്റെ കാര്യങ്ങളെല്ലാം ശരിയാക്കി തരാൻ ആരെങ്കിലും ഉണ്ടോ എന്ന്. ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോവാണ്. ഓക്കെ, അപ്പോൾ എതിരെ എൻ്റെ ഒരു സുഹൃത്ത് വരുന്നു. പുള്ളി പറഞ്ഞു, അടുത്ത വളവിൽ പോലീസുകാരുണ്ട് കേട്ടോ, ചെക്കിംഗ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഹെൽമെറ്റില്ല, ലൈസൻസും ഇല്ല. ഞാൻ എന്ത് ചെയ്യും? വേറെ റൂട്ടിൽ കൂടെ പോവും. പാപിയായ ഞാൻ കർത്താവിനെ അടുത്ത് അന്വേഷിച്ച് ചെല്ലൂല. നിങ്ങൾ നോക്കിയ കർത്താവിനെ ആരെല്ലാം പുതിയ നിയമത്തിലോ പഴയ നിയമത്തിലോ കണ്ടിട്ടുണ്ടോ, അവരെല്ലാവരും നിലവിളിച്ച് താഴെ വീണിട്ടേ ഉള്ളൂ. ആരും ചെന്നു അയ്യോ കർത്താവെ കുറേ നാളായിട്ട് അന്വേഷിച്ച് നടക്കുമായിരുന്നു, കണ്ടതിൽ സന്തോഷം എന്ന് ഒരൊറ്റ ആൾ പോലും പറഞ്ഞായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. അങ്ങനെ ഈസി അല്ല ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലുക എന്ന് പറയുന്നത്. നമ്മൾ അന്വേഷിക്കുന്നത് നമ്മളെ തന്നെയാണ്. നമുക്കൊരു നല്ല ജീവിതം ഇത് തരാൻ ആരെ കൊണ്ട് പറ്റും? അത് കർത്താവിന് പറ്റും. അങ്ങനെയാണ് കർത്താവിനെ അന്വേഷിക്കുന്നത്. പിന്നെ അപ്പുറത്തെ വളവിൽ ചെക്കിംഗ് ഉണ്ടെങ്കിൽ രക്ഷപ്പെടാൻ ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. വണ്ടി ഉന്തിക്കൊണ്ടങ്ങ് പോയാൽ മതി. വണ്ടി ഉന്താൻ ഹെൽമെറ്റ് വേണ്ട, ലൈസൻസും വേണ്ട. ഇത്തിരി വെള്ളം എടുത്തേ. ഇത് ഞാൻ പറഞ്ഞു തന്നെന്ന് ആരോടും പറഞ്ഞേക്കരുത്. പക്ഷെ ഒരു കള്ളൻ പോലീസുകാരൻ അന്വേഷിച്ച് നടക്കുന്ന പോലെ ഉള്ളൂ ഈ പാപിയായ മനുഷ്യൻ ദൈവത്തെ അന്വേഷിച്ച് നടക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദൈവത്തെ നമ്മൾ എങ്ങാനും നമ്മുടെ മുമ്പിൽ വന്നാൽ നമ്മൾ അലറി വിളിച്ചു പോകും. കാരണം അത്ര വിശുദ്ധനാണ്, പരിശുദ്ധനാണ് ദൈവം. എനിക്കറിയാമോ, നമുക്ക് ഒത്തിരി ആവശ്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ തന്നെയാണ്. നമുക്കറിയാം രാത്രി മുഴുവൻ മീൻ പിടിച്ച ശിഷ്യന്മാരുടെ കഥ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കഥ രാത്രി 3 മണിക്ക് 4 മണിക്കൊക്കെ മീൻ പിടിക്കണമെങ്കിൽ അവരുടെ വീട്ടിൽ എന്തുണ്ടായിരുന്നു? ഒന്നുമില്ലായിരുന്നു. അതുകൊണ്ട് അവർ ഒരു 4 മണിയാകുമ്പോഴെങ്കിലും പത്രോസ് വിചാരിക്കണ്ടേ ഇത്തിരിയെങ്കിലും ഉറക്കം വേണമല്ലോ, പോയേക്കാം, ഇനി നാളെ നോക്കാം. ഇല്ല, പറ്റില്ല. കാരണം വീട്ടിൽ മീനില്ല. അമ്മായിമ്മയുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പനി വരുന്ന അമ്മായിമ്മ അറിയില്ലേ, ഭാര്യയുണ്ട്, പിള്ളേരുണ്ടാവും ഉറപ്പായിട്ട്. അപ്പോൾ ഈ കുടുംബം പുലർത്തണമെങ്കിൽ അവിടെ മീൻ വേണം. രാത്രി മുഴുവൻ. അപ്പോൾ വലിയ ഇഷ്യൂ ആണ്. വിഷയങ്ങളുടെ നടുവിൽ, നമ്മുടെ ഭാഷ പറഞ്ഞാൽ വിഷയങ്ങളുടെ നടുവിലാണ് ആരിറങ്ങിച്ചെന്നത്? കർത്താവ് ഇറങ്ങിച്ചെന്നത്. പടകിലേക്ക് കയറിയിട്ട് പത്രോസിനോട് പറയണം, ആഴത്തിലേക്ക് നീക്കി വല വീശി. ഞാൻ വൈബ്രേഷനോട് കൂടി ഒരു കൺവെൻഷൻ പ്രസംഗം പറഞ്ഞാൽ ഇതിങ്ങനെ ഇരിക്കും. നിങ്ങളുടെ പടകിൽ യേശു. വൈബ്രേഷൻ കിട്ടിയോ? ഉണ്ടെങ്കിൽ എന്ത് പറ്റും? പെരുത്ത മീൻകൂട്ടം വരും, ബിസിനസ് രക്ഷപ്പെടും. ഈ മെസ്സേജ് നിങ്ങൾ കേട്ടാൽ നിങ്ങളുടെ ഉള്ളിൽ എന്തായിരിക്കും പറയുന്നത്? കർത്താവേ, ഇത്രയും നാളും നീ ഇല്ലാതെ ബിസിനസ് ഇതെല്ലാം പൊട്ടി, മീൻ പിടിക്കാൻ പോയി ഒന്നും ഇല്ലാതെ തിരിച്ചു വന്നു, ഇനി ഞാൻ നിന്റെ കൂടെ പോകുന്നുള്ളൂ, എൻ്റെ പടകിൽ ആര് വേണം? ഞാനായിരുന്നു പത്രോസ് ഇങ്ങനെ പറയുള്ളൂ. യേശുവുമായിട്ട് ആ പടകിൽ കയറി അങ്ങ് മീൻ പിടിക്കാൻ പോകുന്നതിൻ്റെ ആ കാഴ്ച. കർത്താവിനോട് പറയാം, ഇനി ഞാൻ ഓൾ നൈറ്റ് മീൻപിടുത്തമില്ല, ഓൾ നൈറ്റ് പ്രെയർ. പകൽ മുഴുവൻ ട്രാക്റ്റും കൊടുത്തുകൊണ്ട് കുമ്പനാളിലൂടെ നടക്കും. രാത്രി ഓൾ നൈറ്റ് പ്രെയർ, ഒറ്റ മീൻപിടുത്തം. രാവിലെ 6 മണി, നീ എൻ്റെ കൂടെ വരണം, പടകിൽ നിന്ന് കിട്ടിയാലും 10% ദശാംശം നിൻ്റെയാണ്. അപ്പം കർത്താവ് ചോദിക്കും, നീ സത്യമായിട്ട് ദശാംശം തരുമോ? അപ്പം ഞാൻ പറയും, 100 അയല കിട്ടിയാൽ 10 പിടയ്ക്കുന്ന അയല ഞാൻ നിനക്ക് തരും. കർത്താവിനോട് പറയാം. കർത്താവ് പറഞ്ഞു, ഓക്കെ, എന്നാൽ ഞാൻ നിൻ്റെ കൂടെ ബിസിനസ്സിനുണ്ട്. അപ്പം ഞാൻ ആലോചിക്കും, പരിപാടി ലാഭമോ? കാരണം ഒരു മനുഷ്യനെ കൂടെ വിളിച്ചാൽ 50-50 കൊടുക്കേണ്ടി വരും. എവിടാ മീൻ കിട്ടുന്നത് ഇവനോട്ട് അറിയത്തുമില്ല. എന്നാൽ കർത്താവിനെ വിളിച്ചുകൊണ്ട് പോയാൽ ആരോടൊക്കെ സംസാരിക്കണം, എങ്ങനെ ബിസിനസ് ആണെന്ന് കർത്താവ് പറഞ്ഞു തരികയും ചെയ്യും. 10% കമ്മീഷൻ കൊടുത്താലും മതി.
അപ്പോൾ ഏതാ ലാഭം? നിങ്ങൾക്ക് ആരെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ഇതാണ് ഈ ന്യൂ ജനറേഷൻകാർ മൊത്തം പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ ബിസിനസ് അഭിവൃദ്ധിപ്പെടാൻ 10% ദൈവത്തിന് കൊടുക്കുവിൻ. കേട്ടിട്ടില്ല ഇത്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതാണ് കർത്താവിനെ 10% കമ്മീഷനായി ഉണ്ടാക്കുന്ന പരിപാടി. അതേ സമയത്ത് പത്രോസ് എന്താ പറഞ്ഞത്? മേലാൽ ഈ വഴിക്ക് വരല്ലേ. ഞാൻ ഒരു പാപിയായ മനുഷ്യനാണ്. ഞാൻ മീനല്ല ഇപ്പം കാണുന്നത്. ഈ മീനെ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ട് വന്ന സൃഷ്ടിതാവായ ദൈവത്തെയാണ്. ഈ ദൈവത്തിന് മുമ്പ് നിൽക്കുമ്പോൾ എൻ്റെ വിശപ്പല്ല എനിക്ക് പ്രശ്നം, എൻ്റെ വീട്ടിൽ പൈസ ഇല്ലാത്തതല്ല എൻ്റെ പ്രശ്നം, എൻ്റെ പാപമാണ് എൻ്റെ പ്രശ്നം. ഞാൻ എങ്ങനെ നിൻ്റെ മുമ്പിൽ നിൽക്കും? അപ്പോൾ കർത്താവ് പറയാണ്, നീ എൻ്റെ പിന്നാലെ പോരെ, നീ എന്നെ പേടിക്കണ്ട, ഈ സമയത്ത് ഞാൻ പാപികളെ രക്ഷിക്കാൻ വന്നതാണ്, നീ എൻ്റെ കൂടെ പോരെ എന്ന് പറഞ്ഞപ്പം അവൻ അത്രയും ദാരിദ്ര്യത്തിൻ്റെ നടുവിൽ ആ പണവും വള്ളവും വലയും വീടും എല്ലാം വിട്ട് അവനെ അനുഗമിച്ചു. ഇതാരും പറയാത്ത എന്താ? നമ്മൾ അന്വേഷിക്കുന്ന മീന, യേശുവിനല്ല. അതുകൊണ്ട് ദൈവത്തെ ആരും അന്വേഷിക്കുന്നില്ല. ഒരു എക്സാമ്പിൾ ഞാൻ പറയുമ്പോൾ ക്ലിയർ ആവും. ഞാനിങ്ങനെ പ്രാർത്ഥിക്കുക, എൻ്റെ കർത്താവേ എൻ്റെ മക്കളെ കാനഡയ്ക്ക് വിടണേ, കാനഡയ്ക്ക് വിടണേ. അങ്ങനെ ആയിരുന്നു ഒരു കാലത്ത്. അപ്പോൾ പ്രവാചകന്മാർ ഒന്ന് കാനഡയുടെ മുകളിലുള്ള അന്ധകാര ശക്തിയൊക്കെ മാറ്റി അറ്റ്ലാന്റിക്കിൻ്റെ മുകളിൽ കൂടെ പറക്കുന്ന ദേശാധിപ ശക്തിയെല്ലാം ഓടിച്ച് വിസ ക്ലിയറാക്കി. എന്ത് പാടായിരുന്നറിയോ വിടുതലെടുക്കാൻ. കാരണം ദൈവത്തിന് നിങ്ങളുടെ മക്കളെ കാനഡ വിടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും പിശാച് ഉടക്കുണ്ടാക്കിക്കൊണ്ട് ദൈവത്തിന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അവസാനം പ്രവാചകൻ കാര്യം സാധിച്ചെടുത്തു, പിശാചിനെ ഓടിച്ചു. വിസയൊക്കെ റെഡിയാറായപ്പോഴാണ് ഒരുത്തൻ പറയുന്നത്, കാനഡയിൽ മുഴുവൻ ദാരിദ്ര്യമാണ്, ജോലിയില്ല, അങ്ങോട്ട് ചെല്ലുന്ന പിള്ളേർ അതിനേക്കാൾ സ്പീഡിൽ തിരിച്ചിങ്ങോട്ട് പോരുവാണ്. അപ്പം ഞാൻ പ്രാർത്ഥന മാറ്റി. കർത്താവേ എൻ്റെ പിള്ളേരെ ഓസ്ട്രേലിയയിലോട്ട് വിടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇത്രയും നേരം കാനഡയിലോട്ട് വിടാൻ വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന കർത്താവിനെ എങ്ങോട്ട് മാറി? കർത്താവ് എങ്ങോട്ട് മാറി? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താഗ്രഹിക്കുന്നു അതാ നമ്മുടെ കർത്താവ്. ഇതിന് തിയോളജി പറയുന്നത് എന്നറിയാം? തിയോളജിയിൽ ഇതിൻ്റെ ഒരു വാക്ക് പറയും, ഇൻ കർവേറ്റസ് ഇൻ സേ എന്ന് പറയുന്നത്. അത് നിങ്ങൾ പഠിക്കണം, ലാറ്റിൻ പ്രയോഗമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ പോയാലും ഒരു വളഞ്ഞ വഴിയിലൂടെ മാത്രമേ ദൈവത്തെ അന്വേഷിക്കുകയുള്ളൂ. ഈ വളഞ്ഞ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കുഴപ്പം എന്നറിയാം? ഇപ്പോൾ ഈ കുമ്പനാട് നിന്ന് നേരെ പടിഞ്ഞാറോട്ട് പോയാൽ അറബിക്കടലാണ് അല്ലേ? ആണോ? മാപ്പെടുത്ത് നോക്കിയിട്ട് കുമ്പനാട് നേരെ ഒരു വര വരച്ച് നോക്കി അറബിക്കടലാണ്. നമ്മൾ കടലിന് മുകളിൽ കൂടെ നടന്ന് ഗൾഫിൽ ചെന്നു, നേരെ സ്ട്രെയിറ്റ് ലൈൻ. ഗൾഫ് അല്ലെന്ന് തോന്നുന്നല്ലേ? നമ്മൾ വരച്ച് നോക്കാം വീട്ടിൽ പോയിട്ട്. ഞാൻ പറയുന്നത് എന്നറിയോ? നേരെ നടന്നു എന്നാ. പക്ഷെ എനിക്കറിയാം മാപ്പ് നോക്കുമ്പോൾ നേരെ അല്ല നടന്നേക്കുന്നത്. ഞാനിങ്ങനെ കുറേയും കൂടെ നടന്നാൽ കറങ്ങി തിരിഞ്ഞ് പിന്നെയും കുമ്പനാട് വരും. കാരണം ഭൂമി ഒരു ഗോളമാണ്, ഒരു ഉറുമ്പ്. ഈ ഗ്ലോബിലൂടെ നേരെ നടന്നാലും നമ്മൾ കണ്ടു നിൽക്കുന്ന നമുക്കറിയുന്നത് മണ്ടത്തരാണ്, കറങ്ങി തിരിഞ്ഞ് അവിടെ വരുള്ളൂ. അപ്പോൾ നമ്മൾ എങ്ങനെ ദൈവത്തെ അന്വേഷിച്ചാലും നമ്മുടെ അതേ സ്വഭാവമുള്ളൊരു ദൈവത്തിൻ്റെ അടുത്ത് നമ്മൾ എത്തുള്ളൂ. നമ്മുടെ അയൽവർക്കക്കാർക്ക് രണ്ട് കൊടുക്കാൻ കാത്തിരിക്കുന്ന ദൈവം, എന്നെ ഉപദ്രവിക്കുന്ന അമ്മായിയമ്മയെ പഞ്ഞിക്കിടാൻ നോക്കിയിരിക്കുന്ന ദൈവം, എൻ്റെ ശത്രുക്കളെല്ലാം ഇടിച്ചു നിരത്താൻ കാത്തിരിക്കുന്ന ദൈവം, എൻ്റെ അതേ സ്വഭാവമുള്ള ദൈവം, എൻ്റെ മക്കൾ രക്ഷപ്പെടാൻ വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ദൈവം. നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു ദൈവത്തെ അല്ലേ കിട്ടിയേക്കുന്നത്? ദൈവത്തെ അന്വേഷിച്ച് നമ്മുടെ തന്നെ സ്വഭാവത്തിനടുത്തേക്ക് നമ്മൾ എത്തി. നമ്മുടെ അതേ സ്വഭാവമുള്ളൊരു ദൈവത്തെ നമ്മൾ സങ്കല്പിച്ചു. അതേ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്ന പ്രവാചകന്മാരെയും കിട്ടി. അപ്പോൾ അവർ ദൈവസങ്കല്പത്തെ, നിന്നെ രക്ഷിക്കുന്ന, നിന്നെ വീണ്ടെടുക്കുന്ന, എവിടെന്നാ? ഇന്ത്യയിൽ നിന്ന് വീണ്ടെടുത്ത് ഓസ്ട്രേലിയയിൽ കൊണ്ടുപോകുന്ന ദൈവം. അത്രയും വലിയ ദൈവം എവിടെയാണ്? നിങ്ങൾക്ക് ഇതിനകത്ത് മണ്ടത്തരം മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഉണ്ടോ? ആർക്കറിയാം. ഒരു ദിവസം തൃശ്ശൂർ ഞാൻ പ്രസംഗിക്കുക, രാവിലെ 10:30 തൊട്ട് 3 മണി വരെയാണ്. അവരിങ്ങനെ വെള്ളമൊന്നും തന്നൊന്നുമില്ല. 1 മണിയായപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് നിർത്താം. പോട്ടെ എന്ന് പറഞ്ഞു. 3 മണി കഴിഞ്ഞപ്പം നിർത്തി. ഞാനങ്ങ് നിർത്തി. ഇവർ നിർത്തുന്നില്ല, ഇവർ നല്ലപോലെ വചനം കേൾക്കുന്നുണ്ട്. അന്ന് കുറച്ചുകൂടെ യങ്ങായിരുന്നു, കുറച്ചുകൂടെ നിൽക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു അമ്മച്ചി എൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ പ്രസംഗം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അന്നേരം എനിക്ക് സംശയം തോന്നി, എന്തോ പ്രോബ്ലം ഉണ്ട്. കാരണം ഈ പാപത്തെക്കുറിച്ചെല്ലാം പറഞ്ഞ് എങ്ങനെ ഇഷ്ടപ്പെടുന്നു, പേടിയല്ലേ വരുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട്. അപ്പോൾ എനിക്ക് സന്തോഷമായി. കാരണം സംശയം ചോദിക്കാന്ന് പറഞ്ഞാൽ അർത്ഥം ഒന്നുകിലൊന്നും മനസ്സിലായില്ല, അല്ല എന്തൊക്കെയോ മനസ്സിലായിന്നാണ്. എന്നുവെച്ചാൽ എന്താ സംശയം? എൻ്റെ മകന് കാനഡയിലും അമേരിക്കയിലും പഠിക്കാനുള്ള സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. അതിലെവിടെ പോകുന്ന ദൈവഹിതം എന്നൊന്ന് പ്രാർത്ഥിച്ച് പറയാമെന്ന് ചോദിച്ചു.
ഞാൻ പറഞ്ഞു, അമ്മച്ചി മുകളിലോട്ട് പോകുന്നതാണ് ദൈവഹിതം. ഇനി ഇതിനകത്ത് കാനഡയിലാണോ അമേരിക്കയിലോട്ടാണോ പോകുന്നത് ദൈവഹിതം എന്നറിയാൻ എനിക്ക് അത്രയും വിവരം, ഈ 2 സ്ഥലങ്ങളെക്കുറിച്ചും വിവരമില്ല. നിങ്ങൾ അതറിയാൻ ഏതെങ്കിലും ഒരു എഡ്യൂക്കേഷൻ എക്സ്പേർട്ടിനെ കൗൺസിലറെ പോയി കാണുക. എന്നെ വെറുതെ വിടും. മുകളിലോട്ടുള്ള വഴി അല്ലാതെ വേറൊരു വഴിയും தெரியாது. അപ്പം ഈ സ്ത്രീ സഹോദരി എന്നെ ഇന്ന് നോക്കി, ഇവനൊക്കെ ആ കാനഡയാണ് അമേരിക്കയിലാണോ പോകേണ്ടതെന്ന് അറിയാൻ വയ്യാത്തവനാണ് സ്വർഗമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്നുള്ള രീതിയിലങ്ങ് പോയി. നമുക്ക് എവിടെയോ വഴി തെറ്റി യഥാർത്ഥ കർത്താവിനെ പിൻപറ്റുന്ന നിർത്തിയിട്ട് ഈ ലോകത്തിൻ്റെ പ്രഭുവിനെ അന്വേഷിച്ച് പോയി ഇവിടെ സ്വത്തുക്കളുണ്ടാക്കി നമ്മളെ ദൈവം നടത്തിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത്തിരി കടുത്തു പോയല്ലേ ഞാൻ പറഞ്ഞത്? അതുകൊണ്ട് എന്ത് സംഭവിച്ചു അറിയാം, നമ്മുടെ അതേ സ്വഭാവമുള്ള ദൈവം ആയതുകൊണ്ട് നമുക്ക് ദൈവ ഭയമില്ല. 18-ാം വാക്യം വെച്ച് അവരുടെ കണ്ണുകളിൽ, അവരുടെ ദൃഷ്ടിയിൽ ദൈവ ഭയമില്ല. നമ്മുടെ അതേ സ്വഭാവമുള്ള ദൈവമാണ്, നമുക്ക് എന്തിനു പേടിക്കണം? സഹോദരനെതിരെ പ്രവർത്തിച്ചാലും അവനെ ദുഷിച്ചാലും അകറ്റി നിർത്തിയാലും എനിക്ക് കുറ്റബോധമില്ല. കാരണം ദൈവം എൻ്റെ സൈഡെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ദൈവത്തിന് ആരുടെ സ്വഭാവമാണ്? എൻ്റെ സ്വഭാവമാണ്. അടുത്ത വാക്യം. ന്യായപ്രമാണം പറയുന്നതെല്ലാം ന്യായപ്രമാണത്തിന് കീഴുള്ളവരോട് പറയുന്നു. അങ്ങനെ ഏത് വായും അടഞ്ഞ് സർവലോകവും, ഇതാണ് അപ്പോസ്തലിക ഉപദേശത്തിന്റെ 1-ാമത്തെ ഭാഗം, സർവലോകവും ദൈവ മുമ്പിൽ ശിക്ഷാ യോഗ്യരായി മാറിയിരിക്കുന്നു. എല്ലാവരും ശിക്ഷായോഗ്യരായി മാറിയിരിക്കും. ഉദാഹരണത്തിന് ഇനി ഇവിടെ ആദ്യം പറഞ്ഞ എന്താണ്? ഇങ്ങനെ സകല വായും അടഞ്ഞു. വായ അടയുന്നത് എങ്ങനെയെന്ന് പറയട്ടെ, കാണിച്ചു തരാം. ഏറ്റവും കൂടുതൽ ശബ്ദം ഉണ്ടാക്കുന്നത് ഞങ്ങൾ പ്രസംഗകരാണ്, അല്ലേ? അത് കഴിഞ്ഞ് ഹല്ലേലൂയ പറയുന്ന നിങ്ങൾ. വായടയ്ക്കാൻ പോണേ. ഞാനാണ് പ്രസംഗകൻ, ഞാനൊരു നീതി പ്രസംഗകനാണ്. ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത് ശ്രദ്ധിക്കണേ. ഇതിനകത്ത് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടോ നിങ്ങൾ കണ്ടെത്തി ആലോചിക്കണം. നിങ്ങൾ വിശുദ്ധ ജീവിതം നയിച്ചില്ലെങ്കിൽ, ഞാൻ ഭയങ്കര ഗൗരവത്തിൽ, എൻ്റെ മുഖമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളൊന്നും വിശുദ്ധ ജീവിതത്തിൽ നയിക്കാത്തതിൻ്റെ എല്ലാ ദേഷ്യവും എനിക്കുണ്ട്. നിങ്ങൾ വിശുദ്ധ ജീവിതം നയിച്ചില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും നരകത്തിൽ പോവും. എന്ത് കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞേ? കറക്റ്റ് ആണോ? ആണോ? ആണ്. ഇനി നിങ്ങൾ എന്നോട് ചോദിച്ചേ, പാസ്റ്റർ എവിടെ പോവും? അപ്പം ഞാൻ എന്തായിരിക്കും പറയുന്നത്? ഞാൻ സ്വർഗത്തിൽ പോവും. കാരണം എന്താ? അപ്പം നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ ഇനി ആരെ പോലെ ആയാൽ മതി? അതിനർത്ഥം ഇനി സ്വർഗത്തിലോട്ട് പോകാനുള്ള പുതിയ വഴി ആരാ? എന്തായാലും നമ്മൾ യേശുവിനെ പോലെ ആകാൻ പോകുന്നില്ല. അപ്പം പിന്നെ ആരെ പോലെ ആകാം? അപ്പം പുതിയ യേശു ക്രിസ്തു ആരാ? പിതാവിൻ്റെ അടുക്കിലേക്കുള്ള പുതിയ വഴി. ആകെ പ്രശ്നമായില്ലേ? ഒരു മനുഷ്യൻ്റെ നീതിയോ വിശുദ്ധിയോ ദൈവരാജ്യത്തിൽ എത്തിക്കാൻ മാത്രം പര്യാപ്തമല്ല. ശ്രദ്ധിക്കുന്നുണ്ടോ? ഒരു മനുഷ്യൻ്റെ നീതിയോ വിശുദ്ധിയോ, കാരണം അവരാരും ഈ യേശുക്രിസ്തു പറഞ്ഞ കൽപ്പനകൾ അനുസരിക്കുന്നില്ല. ഉദാഹരണത്തിന് ഒരു കൽപ്പന പറ, പുതിയ നിയമത്തിൻ്റെ മുഴുവൻ പ്രമാണങ്ങളും ഒരൊറ്റ കൽപ്പനയിൽ സംഗ്രഹിക്കാം. എന്താണത്? എന്ത് സ്നേഹമാണ്? പുതിയ നിയമത്തിൻ്റെ, പഴയ നിയമത്തിൻ്റെ ന്യായപ്രമാണം പ്രവാചകന്മാരും നിന്റെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. അതിനകത്ത് പുതിയ നിയമത്തിൽ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ ഒരു കൽപ്പന നിങ്ങളോട് പറയുന്നു, ഒരു പുതിയ കൽപ്പന നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുമേ. അടുത്ത വാക്യം എന്താണെന്നറിയാം? തൻ്റെ സ്നേഹിതന് വേണ്ടി ജീവനെ കൊടുക്കുന്നതിനേക്കാളും അധികമുള്ള സ്നേഹം ആർക്കുമില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അടുത്തിരിക്കുന്ന ആൾ നോക്കി, ജീവനെ കൊടുക്കാനുള്ള സ്നേഹമുണ്ടോ? 500 രൂപ കൊടുത്തിട്ട് തിരിച്ചു തന്നില്ലെങ്കിൽ പോകുന്ന സ്നേഹമേ ഉള്ളൂ. ഇവിടെ കർത്താവ് പറയാണ്, വേറൊരുത്തൻ എന്നെ കൊല്ലാൻ വന്നാൽ അവൻ എന്നെ കുത്തിക്കൊന്ന് അവസാനത്തെ തുള്ളി രക്തം താഴെ വീണു പോകുന്നവരെ ഞാൻ അവനെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കണം, ക്ഷമിച്ചുകൊണ്ടേയിരിക്കണം, കരുണ കാണിച്ചുകൊണ്ടേയിരിക്കണം. ഇതാ കർത്താവ് ചെയ്തത്. അവൻ്റെ മരണത്തിൽ എല്ലാ നീതിയും പൂർത്തിയായി. സ്നേഹം, കരുണ, നീതി, ഉപകാരം, പരോപകാരം, ആനന്ദം എല്ലാം കംപ്ലീറ്റായി. ഇതാണ് പുതിയ നിയമത്തിൻ്റെ കൽപ്പന. എന്നിട്ട് ഞാൻ നിങ്ങളോടത് പറയുമ്പം ഞാൻ അങ്ങനെ ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മളെല്ലാം ഒരുപോലെ പാപികളും
ദൈവത്തിൻ്റെ കൃപ ആവശ്യമുള്ളവരുമാണ് എന്നുള്ളതാണ് ഇതുവരെ നമ്മൾ കണ്ടത്. അതുകൊണ്ട് എൻ്റെ വായ അടഞ്ഞു. കാരണം എന്താ? ഈ വലിയ നീതി എനിക്ക് വെളിപ്പെട്ടപ്പോൾ. അതുവരെ ഞാൻ വിചാരിച്ചിരുന്ന ക്ലീൻ ഷേവൻ കുമ്പളങ്ങ മുഖവും ഫുൾ സ്ലീവ് വെള്ള ഷർട്ടും, എന്നോട് ക്ഷമിക്കണം, എന്നാൽ വെള്ള ഷർട്ട് ഇടാൻ പറ്റാഞ്ഞതിനാൽ ഞാൻ ഈ തിരക്കിട്ട യാത്രയുടെ അവസാനമാണ് ഇവിടെ എത്തിയത്. നിങ്ങൾക്ക് അതൊരു ഇടർച്ചയായെങ്കിൽ വിട്ടേക്ക്. എനിക്കിപ്പം നിങ്ങൾ മുറിക്കായി ഷർട്ടിട്ട് ഇടർച്ച ഉണ്ടാക്കണമെന്ന് ഒരു താല്പര്യമില്ല. ഓക്കെ, അങ്ങനെ സംഭവിച്ചു പോയതാണ്. ഓക്കെ, ഈ മുറിക്കൈ ഷർട്ട് ഇടാൻ പേടിയുള്ള ആളുമല്ല, ഇനി ആർക്കും ഇടർച്ച വരുത്തരുന്നുള്ള ആഗ്രഹമുള്ള ആളുമാണ്. അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ പറഞ്ഞത്. ഫുൾ സ്ലീവ് ഷർട്ടും ആഭരണം ഊരി നടക്കുമ്പോഴേക്കും നമ്മൾ വിശുദ്ധരായി നമ്മൾ ചിന്തിക്കുമായിരുന്നു. അതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ വാ അടഞ്ഞു പോയത് ഈ യഥാർത്ഥ നീതി ഇവിടെ ഒന്നും നിൽക്കില്ല എന്ന് മനസ്സിലായപ്പോഴാണ്. നമുക്കെല്ലാവർക്കും ഈ ന്യായപ്രമാണത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ സാധാരണ പറയുന്നൊരു മാങ്ങാപ്പഴത്തിൻ്റെ കഥയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനൊരു മാങ്ങാപ്പഴം തന്നിട്ട് പറയാണ്, 12:30 ആകുമ്പോൾ ഈ പ്രസംഗം തീരും, അപ്പോഴേക്കും നിങ്ങൾ ഈ മാങ്ങാപ്പഴം ഫിനിഷ് ചെയ്യണം. നല്ല കൽപ്പനയല്ലേ? അപ്പോൾ നമുക്ക് പറയാം, നിൻ്റെ കൽപ്പന തേനിലും മധുരമേറിയത്. കാരണം എന്താ? കൽപ്പന എന്താ? വാ, എന്താ രസമോ, എന്ത് നല്ല കൽപ്പന അല്ലേ? 12:30 ആയപ്പോൾ ഞാൻ ചോദിക്കുമോ, കൽപ്പന അനുസരിച്ചവരെല്ലാം കൈവെക്ക്. എല്ലാവരും കൈവെക്കും, പക്ഷെ അവരുടെ എല്ലാവരും കൈ മാങ്ങാണ്ടി കാണും. കാരണം എന്താ? ഇതിനകത്ത് അനുസരിക്കാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്തു. അത് കൂടുതൽ തീക്ഷ്ണതയുള്ള പരീശന്മാർ അതിൻ്റെ ഞെടുപ്പ് തൊലി ഉൾപ്പെടെ എല്ലാം തിന്നു. അതിലും കൂടുതൽ എന്താ പറയുന്നത്, തീക്ഷ്ണതയുള്ളവർ അത് കത്തി കൊണ്ട് വടിച്ച് ആ മാങ്ങാണ്ടിയെ വെറും ഒരു വെള്ള കഷ്ണമാക്കി മാറ്റി. പക്ഷെ എന്നാലും മാങ്ങാണ്ടി ബാക്കിയാണ്. ഈ ന്യായപ്രമാണത്തിൻ്റെ പുറമേയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ നമുക്ക് പറ്റുമായിരുന്നെങ്കിലും ഇതകത്തെ അതിൻ്റെ ജീവൻ, അതിൻ്റെ സീഡ അല്ലേ, അത് ഉൾക്കൊള്ളാൻ ഒരു മനുഷ്യനും പറ്റുന്നില്ലായിരുന്നു. കർത്താവ് പറഞ്ഞു, ഞാൻ ന്യായപ്രമാണത്തെ പൂർത്തിയാക്കാനാണ് വന്നത്. ഐ കെയിം ടു ഫിനിഷ് ദിസ്. ഇതെന്ത് ചെയ്താൽ അനുസരിക്കുന്നവർക്കല്ല, ഇതിൻ്റെ പുറമേയുള്ള രുചിയുള്ള ഭാഗമല്ലാതെ ഇതിൻ്റെ ജീവനെ എടുക്കാൻ പറ്റുന്നില്ല. ആര് ജീവൻ പ്രാപിക്കുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത വാക്യം 20 വാക്യം. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. അതെന്തുകൊണ്ടാണ്? പൗലോസ് പറയുന്നുണ്ട് ഫിലിപ്പിയർ 3:6 ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് ഞാൻ അനിന്ദ്യൻ, എല്ലാ നീതി അനുസരിച്ചിട്ടുണ്ട്. എന്നിട്ട് തൊട്ടു താഴെ പറയാണ്, ഇതെല്ലാം ഞാൻ ചവറെന്നെണ്ണുന്നു. 9 വാക്യത്തിൽ പറയാണ്, ക്രിസ്തുവിനെ നേടേണ്ടതിന് ന്യായപ്രമാണത്തിലല്ല, എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം നൽകുന്ന നീതി തന്നെ ലഭിക്കണം. അപ്പം ഇത് വെറും ചവറാണ്. ഏത് ചവറാണ്? ഇത് മുഴുവൻ അനുസരിച്ചാലും നമ്മൾ നീതിമാന്മാരാകുന്നില്ല. നീതി പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷെ നീതിമാന്മാരാകുന്നില്ല. അതെങ്ങനെയാണെന്ന് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഒരപ്പന് 2 മക്കളുണ്ടെന്നിരിക്കട്ടെ. ഇതിലൊരു മകൻ, മൂത്ത മകൻ, ഭയങ്കര ദുഷ്ടനും ധിക്കാരിയും അനുസരണമില്ലാത്തവനുമാണെന്ന് വിചാരിച്ചു. ഓക്കെ, അവൻ അപ്പനും അമ്മ എന്ത് പറഞ്ഞാലും അനുസരിക്കാത്ത ഒരു ദുഷ്ടനായ മകൻ. രണ്ടാമത്തെ മകൻ നല്ല അനുസരണയുള്ള സ്നേഹമുള്ള മകൻ. സ്നേഹമുള്ള മകൻ, ദുഷ്ടതയുള്ള മകൻ. ഓക്കെ, ഒരാൾ ദുഷ്ടതയുള്ള ആളും മറ്റേ ആൾ സ്നേഹമുള്ളയാൾ. ഇപ്പോൾ ദുഷ്ടതയുള്ള ആളോട് രാവിലെ അപ്പം പറയാണ്, ഞങ്ങൾ വെളിയിൽ പോകാൻ പോവാണ്, ഈ ഹാളെല്ലാം അടിച്ചു വാരി പുസ്തകമെല്ലാം അടുക്കി പറക്കി ക്ലീനായിട്ട് അടുക്കി വെക്കണം. ഇവൻ പറഞ്ഞു, എനിക്ക് സൗകര്യമില്ല. അവൻ അങ്ങനെ പറയുള്ളൂ, ഭയങ്കര ധിക്കാരിയാണ്. അപ്പം അപ്പം പറഞ്ഞു, മര്യാദയ്ക്ക് നീ ചെയ്തേക്കണം. പറഞ്ഞില്ല. അപ്പം അപ്പം പറഞ്ഞു, എനിക്കിങ്ങനൊരു മകനില്ല, പേടിപ്പിക്കോ? ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും ഈ റൂം ക്ലീൻ അല്ലെങ്കിൽ എനിക്കിനി ഇങ്ങനൊരു മകനില്ല. അപ്പോൾ അവൻ പറഞ്ഞു, 16 വയസ്സേ എനിക്കുള്ളൂ. ഈ സമയത്ത് എൻ്റെ അപ്പൻ എന്നെ ഇറക്കി വിട്ട വിതയ്ക്കാത്തിരുന്ന് കൊയ്യുകയും വിതറാത്തിരുന്ന് ചേർക്കുകയും ചെയ്യുന്ന എൻ്റെ ദുഷ്ടനായ അപ്പൻ അതും ചെയ്യാൻ മടിക്കത്തില്ല. ശരി, അടിച്ചു വാരിയിട്ടേക്കാം. അവനത് അടിച്ചു വാരിയിട്ടു. ഇത് സ്റ്റോറി നമ്പർ 1. സ്റ്റോറി നമ്പർ 2, രണ്ടാമത്തെ പയ്യൻ. ഒരു ദിവസം അവനിങ്ങനെ ചിന്തിക്കുകയാണ്, എൻ്റെ അപ്പനും അമ്മയ്ക്ക് എന്നോട് എന്ത് സ്നേഹമാണ്, എനിക്ക് വേണ്ടി എന്തുമാത്രമാണ് അവർ കഷ്ടപ്പെടുന്നത്, ഞാനാണ് തിരിച്ചൊന്നും ചെയ്യുന്നില്ല. ഏതായാലും റൂമൊക്കെ ഒന്ന് അടിച്ചു വാരി ക്ലീനാക്കി എന്നെക്കൊണ്ട് പറ്റുന്നതെല്ലാം ചെയ്തേക്കാം. അവൻ ആ റൂമെല്ലാം അടിച്ചു വാരി ക്ലീനാക്കി ഇടുന്നു. പക്ഷെ മൂത്തവൻ ക്ലീൻ ചെയ്ത് അത്രയും ശരിയായില്ല. ഇതിലാരാ നീതിമാൻ? കൽപ്പന അനുസരിച്ച് ആരാ? 2 പേരും.
നീതിമാൻ ആരാ? അയ്യോ, അറിയത്തില്ല. രണ്ടാമത് ചെയ്തവനാ. കാരണം എന്താ? അവൻ്റെ സ്വഭാവത്തിൽ നിന്നാണ് വന്നത്. അവൻ്റെ ഉള്ളിൽ എന്തുണ്ട്? നീതിയുണ്ട്, സ്നേഹമുണ്ട്. ആ സ്നേഹത്തിൽ നിന്ന് വരുമ്പോഴാണ് അതെന്താകുന്നത്? നീതിയാണ്. മറ്റത് പേടിപ്പിച്ചതുകൊണ്ടാണ്. ഇന്ന് ഒരുത്തൻ പറയാണ്, വ്യഭിചാരം ഞാൻ ചെയ്യത്തില്ല ബ്രദറെ, നരകത്തിൽ പോകുന്ന പേടിയാ. നരകത്തിൽ പോകില്ല എന്ന് പറഞ്ഞാലോ? അപ്പോൾ നന്നായിട്ടുണ്ടോ? കോപ്പി അടിച്ചാൽ നിങ്ങളെ ഡീബാർ ചെയ്യും, പിടിക്കുമെന്ന് നിങ്ങൾക്ക് പേടിയില്ലെങ്കിൽ കോപ്പി അടിക്കുമോ? ആ ഡീബാർ ചെയ്യുന്നുള്ള പേടി കൊണ്ട് മാത്രം കോപ്പി അടിക്കാത്തവൻ നീതിമാനാണോ? ആണോ? അല്ലയോ? അപ്പം പേടിപ്പിച്ച് നിന്നെ ശിക്ഷിക്കുമെന്നും മിസ്രൈമരുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്നും അശൂര്യരുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്നും ബാബിലോണിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ച് അവരെ കൊണ്ട് അനുസരിപ്പിച്ച് പോന്നു. അവർ നീതിമാന്മാരായില്ല. ഇന്നും നമ്മൾ പേടിപ്പിച്ച് അനുസരിപ്പിക്കുന്നു. നരകത്തിൽ പോകുമെന്ന് പേടിച്ചനുസരിക്കുന്നു. നീതിമാന്മാരായോ? ആയോ? ആയില്ല. എന്നാൽ കർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് അനുസരിക്കുകയാണെങ്കിലോ? 2 കൊരിന്ത്യർ ലേഖനം 5:14 എന്താ പറയുന്നത്? ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെ ഒന്ന് ഞാൻ പ്രസംഗിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കണം? ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കണം. പോടാ, പോയി പ്രസംഗിച്ചിട്ട് വാന്ന് ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നോട് പറയണം. അപ്പം സ്നേഹം എൻ്റെ ഉള്ളിലേക്ക് വരുമ്പം എനിക്ക് നിങ്ങളുടെ അടുത്ത് വന്നേ പറ്റൂ. ഇത് കഴിഞ്ഞ് എന്ത് പോക്കറ്റ് മണി എന്ന് വിചാരിച്ചുകൊണ്ട് വന്നാലോ? എത്ര കിട്ടുമെന്ന് അന്വേഷിച്ചാൽ അത് സ്നേഹത്തിൽ ചെയ്യുന്നതല്ല, അത് മാമോൻ കാരണം ചെയ്യുന്നതാണ്. അത് ദൈവവേലയല്ല. ഞാൻ കേട്ടിട്ടുണ്ട് ചില ആൾക്കാർ നേരത്തെ ഫീസ് പറഞ്ഞു. എനിക്കത് ഭയങ്കര, അത് കേട്ടപ്പോൾ എനിക്ക് ആകെ ഞെട്ടലുണ്ടായി. ഒരു ദിവസം ഒരു ICPFൽ 2 പിള്ളേരെ വിളിച്ചിട്ട് പറഞ്ഞു, അങ്കിളെ ഞങ്ങളുടെ മീറ്റിംഗ് 2 ദിവസത്തെ മീറ്റിങ്ങിന് വരുമോ? ഞാൻ പറഞ്ഞു വരാം. ഒരു കാര്യം ചോദിച്ചോട്ടെ. ഞാൻ എന്താ, ഒരു പ്രസംഗത്തിന് എത്ര റേറ്റ്? ഞാൻ പറഞ്ഞു, ഞാൻ നിന്നോട് റേറ്റ് പറഞ്ഞാൽ നിന്റെ കുടുംബം വിറ്റാലും നിനക്ക് റേറ്റ് തരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. പിള്ളേർ അതെന്താ എങ്കിലേ അത്ര കൂടുതലാണ്? ഞാൻ പറഞ്ഞു, കൂടുതലായണ്ടല്ല, ഒരാത്മാവിനെ രക്ഷിക്കുന്നതിൻ്റെ വില ക്രിസ്തുവിൻ്റെ ജീവനാണ്. അതിന് നീ വിലയിടരുത്. മേലാൽ ഒരുത്തിനോട് ഇങ്ങനെ ചോദിച്ചേക്കല്ലെന്ന് പറഞ്ഞു. സൗജന്യമായി ലഭിച്ചത് ആ ധൈര്യം ഉണ്ടാകണമെങ്കിൽ കർത്താവ് എനിക്ക് ആവശ്യം നടത്തിക്കോളൂ എന്ന് ഞാൻ വിശ്വസിക്കണം. ആ വിശ്വാസം എനിക്കില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ പണിക്ക് ഇറങ്ങരുത്. കഴിഞ്ഞ സ്വരൽ പ്രസംഗിക്കുന്നത് കേട്ടു, ഞാൻ പറഞ്ഞാൽ ക്യാൻസർ മാറും, ഞാൻ പറഞ്ഞാൽ അതാ. അപ്പോൾ എല്ലാവരും കേട്ടു, വിസ ലഭിക്കും. പക്ഷെ ഇയാൾ പറഞ്ഞാൽ കാശ് വരില്ല. അത് നിങ്ങൾ കൊണ്ടേ കൊടുക്കണം. അതെന്താണെന്ന് അറിയാൻ മേല. അവിടെ കാശ് വരട്ടെ നിങ്ങൾ പറഞ്ഞാൽ പോരെ, തീർന്നില്ലേ പ്രശ്നം? എന്നാൽ അവിടെ നിന്ന് പറഞ്ഞാൽ പോരെ, മനസ്സിൽ രോഗം മാറട്ടെ എന്ന് പറഞ്ഞാൽ അതേ വായു കൊണ്ട് കാശ് വരട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നല്ലോ. അത് പറയൂല. അതെന്താണെന്ന് അറിയാൻ മേല. അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ കിട്ടണം. അനുഗ്രഹം ക്യാൻസൽ ചെയ്ത് കളയും. ഇവിടെ ഇരുന്നുകൊണ്ട് വിളിക്കും. ഇത് പിന്നെ വേറൊന്ന്, എവിടെയെങ്കിലും പോയി എത്ര പേര് വരും, എത്ര പേരുണ്ട്, അത്രയും പേരുണ്ടെങ്കിലേ ഞാൻ പ്രസംഗിക്കുള്ളൂ. അവൻ കർത്താവിൻ്റെ ദാസനെ അല്ല. ഒരു ശമരിയാക്കാരി സ്ത്രീക്ക് വേണ്ടി വിശന്ന് പൊരിഞ്ഞ് ആ നടപ്പ് നടന്ന കർത്താവോ ഒരു ഷണ്ണിന് വേണ്ടി ആ മരുഭൂമിയിൽ കർത്താവ് ഒരു ഫുൾ ടൈം ഈവാഞ്ചലിസ്റ്റിനെ പറഞ്ഞു വിട്ടത്. ഞാൻ ഈ വർഷം 5 പേരുള്ളൊരു ചർച്ചിൽ 3 ദിവസം പ്രസംഗിച്ചിട്ട് വന്നത്. 3 ദിവസം. അതിനകത്ത് ഒരാളായിരിക്കും അടുത്ത DL മോഡി. ആർക്കറിയാം നമ്മൾ എവിടെയാ കർത്താവ് ഇടുന്നത്? ജനറൽ പറഞ്ഞാൽ അല്ലെ, കമാൻഡർ പറഞ്ഞാൽ അനുസരിക്കാന്നുള്ളൂ. അതിപ്പോൾ ഒരാളെ ഉള്ളതിലും ആരും ഇല്ലെങ്കിലും മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാണ് കർത്താവിന്റെ ശബ്ദം. ചിലപ്പോൾ ആരും കാണില്ല ഇതൊന്നും കേൾക്കാൻ. ഞാൻ ഈ ലോകത്ത് ഒരു നന്മയുണ്ടെന്ന് പറയുന്ന ആളല്ല, വിശ്വസിക്കുന്ന ആളുമല്ല. അതുകൊണ്ട് നാളെ ആരും കേട്ടില്ലെന്നും വരാം. ഇത്രയും പേരൊക്കെ കേൾക്കുന്നത് തന്നെ ദൈവത്തിന്റെ വലിയ അനുഗ്രഹം ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ സ്നേഹത്തിന്റെ നിർബന്ധത്താലല്ലാതെ, ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആത്മാവിന്റെ നിർബന്ധത്തിലല്ലാതെ ചെയ്യുന്നതെല്ലാം പാപമാണ്. കാരണം അതിനകത്തൊന്നും ക്രിസ്തു ഇല്ല, ജീവനില്ലാത്ത പ്രവൃത്തികളാണ്. ആ മൂത്ത മകൻ ചെയ്തത് ജീവനില്ലാത്ത പ്രവൃത്തിയാണ്. പ്രവൃത്തി നന്നായിരുന്നു മറ്റവൻ്റെനേക്കാളും, പക്ഷെ ആ കുഞ്ഞിൻ്റെ അനുസരണമാണ് സ്നേഹം. ആ സ്നേഹമാണ് കർത്താവിൻ നോക്കുന്നത്. അതുകൊണ്ടാണ് സ്നേഹമില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല എന്ന് പൗലോസ് പറയാനുള്ള കാരണം. ഓക്കെ ആണോ? ഒരു എക്സാമ്പിളിൽ പറയാം. നമ്മൾ എക്സാമിനേഷൻ ഹാളിൽ ഇരിക്കുകയാണ്, എല്ലാം വഷളം പിള്ളേരാണ്, മോശം പിള്ളേരാണ്.
അപ്പോൾ എല്ലാവരും എക്സാമിനേഷൻ ഒരുങ്ങി. എങ്ങനെ ഒരുങ്ങുന്നേ? പിള്ളേരെങ്ങനെ ഒരുങ്ങുന്നേ? ഇങ്ങനെയുള്ള പിള്ളേർ എങ്ങനെ ഒരുങ്ങുന്നേ? ആവശ്യത്തിന് തുണ്ട് കടലാസ്, പിന്നെ സ്ലീവിനകത്ത് എന്തെങ്കിലും ഫോർമുല, ചെരുപ്പ് മാറ്റിയാൽ ചെരുപ്പിനകത്ത്. ഓർമ്മയുണ്ടോ പഴയ കാലം? സൈഡിൽ തുറന്നു വെച്ചേക്കുന്ന പുസ്തകം, എഴുതുന്ന ഡെസ്കിൻ്റെ വിടവിലുള്ള ചെറിയ ചെറിയ തുണ്ടുകടലാസുകൾ, എല്ലാം റെഡിയാണ്. ഇനി അടുത്ത ഒരു കേസ് ആരാണ് വരുന്നതെന്നുള്ളതാണ്. ചില ടീച്ചർമാർ വന്ന് അവരവിടെ ഇരുന്ന് എന്തെങ്കിലും ഹോംവർക്ക് നോക്കിക്കൊണ്ടിരുന്നുള്ളൂ. നമുക്ക് കുഴപ്പമില്ല, നമ്മുടെ പരിപാടി ചെയ്തു. ഞാൻ കോപ്പി അടിച്ചിട്ടുള്ള ആളല്ല കേട്ടോ, എക്സാമ്പിൾ പറഞ്ഞു. എന്നാൽ ചില സാർമാർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഈ പഠിപ്പിച്ചിട്ടുള്ളവർക്കറിയാം, നിങ്ങളിവിടെ നിന്ന് ആരെങ്കിലും ഉറങ്ങിയാൽ പോലും, മൂടിയാൽ പോലും, അനങ്ങിയാലും ശ്രദ്ധിക്കാതിരുന്നാലൊക്കെ എനിക്ക് മനസ്സിലാവും. ചില ആൾക്കാരിങ്ങനെ പതുക്കെ ഉറങ്ങിക്കൊണ്ട് ഇങ്ങനെ കാണിക്കും. അത് അറിയാം, പകുതി മയക്കം, അത് ശ്രദ്ധിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിച്ചാൽ ഉറങ്ങുന്നില്ല എന്ന് ഇയാൾ മനസ്സിലാക്കിക്കൊള്ളുന്നു. ഇതൊക്കെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഒരു സാറ് വിചാരിച്ചാൽ, ഒരു ടീച്ചർ വിചാരിച്ചാൽ, അവിടെയുള്ള കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നു, എങ്ങനെ അനങ്ങുന്ന എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മളിങ്ങനെ വിൻഡോയിലോട്ട് നോക്കുമ്പോൾ ഒരു സാറിങ്ങനെ ഓഫീസിൽ നിന്ന് ഇറങ്ങി. പുള്ളി ഭയങ്കര സ്ട്രിക്റ്റാണ്, പിടിച്ചു കഴിഞ്ഞാൽ ആൾ പോയി. പിന്നെ അവർ ഒരു എക്സ്ക്യൂസും ഇല്ല, ക്ഷമയില്ലാത്ത ആളാണ്. അയാൾ നേരത്തെ നമ്മുടെ ക്ലാസ്സിൻ്റെ ഡോറിലേക്ക് തന്നെ വരുന്നു. അപ്പോൾ എടാ തീർന്നടാ, അയാൾ വന്നു. എല്ലാവരും അപ്പം തന്നെ അലർട്ടാവും. ചെരുപ്പൊക്കെ തള്ളി ദൂരോട്ട് കളയും. അതെല്ലാം മാറ്റി നമ്മൾ ക്ലീനാവും, എല്ലാം പറക്കി. ആരും എങ്ങോട്ട് നോക്കാതെ പേപ്പറിലോട്ട് നോക്കി എക്സാം എഴുതുക. വേറെ ചില അറേഞ്ച്മെൻ്റ് ഉണ്ട്. നല്ലപോലെ പഠിക്കുന്ന പിള്ളേർ പറഞ്ഞിട്ടുണ്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റിൻ്റെ നമ്പർ ഇങ്ങനെ കാണിക്കണമെന്ന്. അതൊക്കെ ഉണ്ട്, പല അറേഞ്ച്മെൻറ്റുകളാണ് അല്ലേ. ആരും അനങ്ങുന്നില്ല, മിണ്ടാതിരുന്ന് എഴുതുക. നീതിമാന്മാരായോ? നമുക്കൊന്ന് പരീക്ഷിക്കാം. ഈ സാറ് പറയാണ്, ഇത്രയും നല്ല മനുഷ്യർ, ഇത്രയും നല്ല പെന്തിക്കോസുകാർ, ഏതായാലും ഞാൻ ഒരു ചായ കുടിച്ചിട്ട് വരാം, ഒരു 10-20 മിനിറ്റ് എടുക്കും കേട്ടോ, നിങ്ങൾ ഇങ്ങനെ തന്നെ ഇരുന്ന് എഴുതിക്കണേ എന്ന് പറഞ്ഞ് ഈ പുള്ളി ഇറങ്ങി അങ്ങ് പോയി. അവിടെ എന്ത് സംഭവിക്കും? നമ്മൾ പേടി എന്ന് പറഞ്ഞ ഫാക്ടർ എടുത്ത് മാറ്റിയാൽ, തികഞ്ഞ സ്നേഹം എന്ത് ചെയ്യണം? ഭയത്തെ പുറത്താക്കും. അപ്പോൾ നമ്മൾ അനുസരിക്കുന്ന സ്വർഗത്തിൽ പോകുമല്ലോ എന്ന് പേടിച്ചിട്ടല്ല, നരകത്തിൽ പോകുമെന്ന് പേടിച്ചിട്ടല്ല, നമ്മളെ വീണ്ടെടുത്ത ഒരു രക്ഷകൻ ഉള്ളതുകൊണ്ട് അവനോടുള്ള സ്നേഹമാണ് എന്നെ നിർബന്ധിക്കുന്നത്. ആ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ വന്നാൽ മാത്രമേ ദൈവത്തിന് പ്രസാദമുള്ള ഫലം നമ്മളിന്ന് പുറപ്പെടുകയുള്ളൂ. ശരിയാണോ ഞാൻ പറയുന്നത്? അല്ലേ? ഇനി അടുത്ത വാക്യം വായിച്ചേ, 3:20. അത് നമ്മൾ വായിച്ചെന്ന് തോന്നുന്നല്ലേ? ഒന്നുകൂടെ വായിക്കാം. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും, എത്ര നിങ്ങൾ അനുസരിച്ചാലും ഒരു ജഡവും ദൈവത്തിന്റെ സന്നിധിയിൽ. ഞാനൊരു എക്സാമ്പിളിൽ പറയാം. എക്സാമ്പിൾസ് ആണല്ലോ എൻ്റെ പ്രധാന ഘടകം. ഗൾഫിൽ നിന്ന് വന്ന ഒരാൾ, ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടാകും. ഗൾഫിൽ നിന്ന് വന്ന ഒരാൾ വിചാരിക്കുകയാണ്, ഞാൻ കുറേ നാൾ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടു, കുറേ കാശൊക്കെ ഉണ്ടാക്കി, ഇനി എൻ്റെ സഭയ്ക്ക് കുറച്ച് ഫണ്ട് കൊടുക്കണം. അപ്പോൾ അദ്ദേഹം നേരെ ഒന്ന് പാസ്റ്റർ എടുത്തുനിന്ന് സഭ ബാൽക്കണി പണിയാൻ പോകുന്നു കേട്ടു. കഴിഞ്ഞ ദിവസം കേട്ടൊരു ചർച്ചിൻ്റെ ഇതെല്ലാം എടുത്ത് മാറ്റിയിട്ട് പുതിയ കിട്ടും. ഇങ്ങനെ ഭയങ്കര വർക്കാണ്. നമുക്ക് വർക്ക് തീർന്നിട്ട് സമയമില്ല. ഓക്കെ, ഇപ്പോൾ പാസ്റ്ററിൽ കാശ് കൊണ്ടേ കൊടുത്തു. പാസ്റ്റർ എത്ര ഉണ്ട് അച്ഛാ? 15 ലക്ഷം രൂപ. ഓ മൈ ഗോഡ്. പാസ്റ്റർ ഒന്നും വേണ്ടിയില്ല, 15 ലക്ഷം രൂപ എടുത്ത് ഡെസ്കിലോട്ട് ഇട്ടിട്ട് ഒരു രസീത് എഴുതി കൊടുത്തു. ഓക്കെ എന്ന്. ഈ അച്ഛന് ഇഷ്ടപ്പെടുമോ? ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് പാസ്റ്റർ 1-2 വാക്കൂടെ പറയണം. ഓ അച്ചായ സന്തോഷമുണ്ട്, ഇങ്ങനെയുള്ള അച്ചായന്മാരുള്ളതാണ് ഞങ്ങളുടെ സഭ, അല്ല കർത്താവൊന്നും അല്ല കേട്ടോ, ഇങ്ങനെയുള്ള അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അച്ചായന് സന്തോഷമാണ്. പിന്നെ അടുത്ത കൺവെൻഷൻ, ചർച്ചിൻ്റെ കൺവെൻഷൻ ഒരു ദിവസം ഈ അച്ചായനോട് കൊടുക്കുവാണെങ്കിൽ ഡബിൾ ആശ്വാസം. ഇതിൻ്റെ പേരാണ് സൈമണി. സൈമണി എന്നുള്ള വാക്ക് നിങ്ങൾ ഇംഗ്ലീഷിൽ ഡിക്ഷണറിയിൽ നോക്കണം. സൈമൺ എന്ന് പറഞ്ഞൊരുത്തൻ, സീമോൻ എന്ന് പറഞ്ഞൊരുത്തൻ ദ്രവ്യം കൊണ്ടേ കൊടുത്തിട്ട് ശുശ്രൂഷയ്ക്ക് വേണ്ടി ചോദിച്ചില്ലേ, അതിന് ഇംഗ്ലീഷുകാർ കണ്ടുപിടിച്ച വാക്കാണ് സൈമണി. ഇംഗ്ലീഷ് ഡിക്ഷണറിയിലുണ്ട്, അതിനകത്ത് എഴുതിയിട്ടുണ്ട് നെയ്മഡ് ആഫ്റ്റർ സൈമൺ ദ മാഗസ് ഹൂ ഡിമാൻഡഡ് മിനിസ്ട്രി ഇൻ ലീവ് ഓഫ് മണി. പൈസ കൊണ്ട് എത്തിച്ചിട്ട് സ്റ്റേജ് വാങ്ങിക്കുക. അവിടെ അന്യഭാഷ കൊടുക്കുന്ന ശുശ്രൂഷ ചോദിച്ചത്, ഇവിടെ വചനം എന്തായാലും. അപ്പോൾ ഗീവ് മണി ആൻഡ് ഗെറ്റ് മിനിസ്ട്രി. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? SIMONY.
നിങ്ങൾ ഡിക്ഷണറിയിൽ ഒന്ന് പോയി നോക്കണേ, ഗൂഗിളിൽ നോക്കിയാലും മതി. ഓക്കെ, ഇപ്പോൾ ഗൂഗിളിൽ നോക്കണ്ട കേട്ടോ, ഇപ്പോൾ ഇവിടെ നോക്കിയോ. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഈ പൈസ കൊടുക്കുന്നതിനകത്ത് തന്നെ എന്തുകൊണ്ടൊരു സ്വയനീതീകരണമുണ്ട്. നിങ്ങൾ മേടിച്ച ക്ലോക്കാണ് ഇവിടെ അവിടെ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും സമയം നോക്കരുതെന്നുള്ളതാണ്, ഞങ്ങളെ നോക്കാൻ പാടും. ഓക്കെ, അവിടെ ഇരിക്കുന്ന ക്ലോക്ക് നിങ്ങൾ മേടിച്ച് കൊടുത്താണെങ്കിൽ എല്ലാ ദിവസവും വരുമ്പോൾ ആദ്യം നിങ്ങളുടെ കണ്ണ് കുറേ നാളത്തേക്കെങ്കിലും ആ ക്ലോക്കിലേക്ക് പോകും. ഓ, എത്ര മനോഹരമായ ക്ലോക്ക്, ഒന്ന് തുടച്ചിട്ട് പോലും ഇല്ല, ശോ ആ ബാറ്ററി ലീക്കായി തുടങ്ങി, ഇവരൊന്നും ശ്രദ്ധിക്കുന്നില്ല. അത് എൻ്റെ ക്ലോക്കാന്ന് എനിക്ക് തോന്നുന്നുണ്ടാ, സ്നേഹത്തിൽ കൊടുത്തതല്ല, അത് മനുഷ്യൻ്റെ സൽപ്രവൃത്തിയാണ്. ഒരു പ്രയോജനമില്ല ദൈവത്തിന് മുമ്പിൽ. ഞാനിതൊരു ചർച്ചയിൽ പ്രസംഗിച്ചപ്പോൾ ഒരാളെ നിന്ന് പാസ്റ്ററോട് ചോദിച്ചു, ഇവിടുത്തെ ചെയറെല്ലാം ഞാൻ വാങ്ങിച്ചു തന്നതെന്ന് പാസ്റ്റർ അദ്ദേഹത്തോട് പറഞ്ഞു എന്ന്. കാരണം പുള്ളിക്ക് അത് എങ്ങനെയല്ല ഉണ്ടെന്ന് പറയണം. ഞാൻ മേടിച്ചു കൊടുത്ത ചെയർ. അല്ലെങ്കിൽ ആ സ്വയനീതി എങ്ങനെ കിടക്കും? ഒരു നന്ദി പറഞ്ഞില്ലെങ്കിൽ ഉണ്ടല്ലോ പിന്നെ ഇയാളെ സഭ പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് പാസ്റ്റർ ശരിക്കും അങ്ങ് നന്ദി പറയും. ഇതെവിടെയോ നിങ്ങളിങ്ങനെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഡൊണേറ്റഡ് ഇൻ ദ നെയിം ഇൻ ദ ലവിങ് മെമ്മറി ഓഫ്, അല്ലേ, കണ്ടില്ലേ അവിടെ ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. ഒന്നും യാഗമാകുന്നില്ല. ഇതിൻ്റെ എല്ലാ ക്രെഡിറ്റ് നമ്മൾ ഇവിടെ നിന്ന് തന്നെ ഇങ്ങ് എടുക്കുക, ഞാനിങ്ങ് എടുക്കുക. എന്താ ഇവിടുത്തെ ക്രെഡിറ്റ് മുഴുവൻ. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത്, ഒന്നാമതേ കൊടുക്കുന്നത് തന്നെ പാപമാകുന്ന ഒരു അവസ്ഥയിലോട്ട് ഇപ്പോൾ വരുന്നത്. കാരണം കർത്താവ് ഒന്ന് പോയി കഴിഞ്ഞാൽ എതിർ ക്രിസ്തു ഉപയോഗിക്കാനേ കൊള്ളുള്ളൂ. ഞങ്ങളുടെ ഒരു ചെറിയ ചർച്ച, ഇത് യൂട്യൂബിൽ ഇടുന്നുണ്ടോ? ഇപ്പം ഇല്ലെന്നേ ഉള്ളൂ, എന്നാൽ പിന്നെ ഇടുമെങ്കിലും പറയുന്നില്ല. ഞാൻ പറഞ്ഞേക്കാം. ഞങ്ങളുടെ ചർച്ചിൻ്റെ ഒരു തീരുമാനമാണ് സ്വത്തോ സ്ഥലമോ മേടിക്കേണ്ട. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാടക മതി, ഹോള് എവിടെയെങ്കിലുമൊക്കെ ആരുടെങ്കിലും വീട്ടിൽ. അതിൻ്റെ കാരണം ഞങ്ങൾക്ക് ഒരു മാസം ഏതാണ്ട് 5 ലക്ഷത്തോളം രൂപ മിനിസ്ട്രിയൽ എക്സ്പെൻസ് ഉണ്ട്, ശുശ്രൂഷാപരമായ ചിലവുകളുണ്ട്. ഇപ്പോഴും പോകാൻ 6 പേരുള്ള റെഡി ആയിട്ടിരിപ്പുണ്ട്. ഞങ്ങൾ കാനഡയിൽ പോകുന്നു, ഇംഗ്ലണ്ടിൽ പോകുന്നു, ഒന്നും അല്ല പ്രാർത്ഥിക്കുന്നത്. കർത്താവെ, പറ്റുന്നിടത്തോളം ആൾക്കാർ മിഷണറി വേലയ്ക്ക് പോകണമെന്നാണ്. അപ്പോൾ അവരെ നമ്മൾ അന്ത്യം വരെയും താങ്ങേണ്ടി വരും. ഒരു സഹോദരൻ 3.5 ലക്ഷം രൂപ ജോലിയുള്ള കാനഡയിലെ ജോലി വിട്ടിട്ട് ഇറാഖിൽ സുവിശേഷ വേലയ്ക്ക് പോയത്. ഭയങ്കര യുദ്ധത്തിന് നടുവില്ല. ആ 3.5 ലക്ഷം ജോലി പുള്ളിക്കും ഒരു 3 ലക്ഷത്തിൻ്റെ ജോലി ഭാര്യയ്ക്കും ഉണ്ടെങ്കിൽ സഭയ്ക്ക് കിട്ടേണ്ട ദശാംശം എത്രയാണ്? 35, 65,000 രൂപ ഒരു മാസം കിട്ടി. ഇപ്പോൾ അത്രയും പൈസ അവർക്ക് അങ്ങോട്ട് കൊടുക്കണം. അപ്പോൾ സഭയുടെ നഷ്ടം എത്രയാണ്? 65 1,30,000 രൂപ നഷ്ടമാണ്. പക്ഷെ ദൈവരാജ്യത്തിന് അത് ഭയങ്കര ലാഭമാണ്. കാരണം അവിടെ ആ നാട്ടിൽ ആൾക്കാർ സ്നാനപ്പെടുന്നതും സഭയായി കൂടി വരുന്നതൊക്കെ കാണുമ്പോൾ അത് ഭയങ്കര അത്ഭുതമാണ്. അതാണ് നമ്മുടെ സന്തോഷം. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് സ്വയനീതിയെക്കുറിച്ചാണ്. നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും അതിനകത്ത് നമുക്കൊരു സ്വയനീതിയുണ്ട്. അതുകൊണ്ട് അതിൻ്റെ പ്രതിഫലം ഇവിടെ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും ദൈവത്തിനു മുമ്പിൽ നീതീകരിക്കപ്പെടാത്തത്. അടുത്ത വാക്യം. നമുക്ക് ന്യായപ്രമാണം കൊണ്ട് ഏറ്റവും വലിയ പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര പാപികളാണെന്ന് ഇതും കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. അതെങ്ങനെയാണെന്ന് അടുത്ത 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അടുത്ത വാക്യം. ശ്രദ്ധിക്കണം. ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താലുള്ള നീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് ന്യായപ്രമാണം കൂടാതെ ഒരു നീതി വരുന്നത്? നമുക്കറിയാം, ലോകത്തിലുള്ള എല്ലാ നീതിയും അതാത് രാജ്യങ്ങളുടെ അല്ലെങ്കിൽ മതത്തിൻ്റെ പ്രമാണം വെച്ചാണ് വരുന്നത്. എന്നാൽ ഇവിടെ പറയുന്നു ന്യായപ്രമാണം കൂടാതെ
വേറൊരു നീതി, ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ട് വന്നിരിക്കുന്നു. അതെങ്ങനെയാണ് വരുന്നത്? നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം, എങ്ങനെയാണ് ഇത് വരുന്നത്? നിക്കോദമസിൻ്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിക്കോദമസിൻ്റെ കഥ അറിയാലോ. യോഹന്നാൻ 3:3 കർത്താവ് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും, അല്ല 5-ാം വാക്യത്തിൽ, വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചില്ലെങ്കിൽ നീ ദൈവരാജ്യത്തിൽ കയറുവാൻ നിനക്ക് സാധിക്കില്ല. 5-ാം വാക്യം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ രീതിയിൽ കയറില്ല. അതുകൊണ്ടാണ് ശിഷ്യന്മാരുടെ കർത്താവ് പറഞ്ഞത് സൂചിക്കുഴലിലൂടെ കയറുന്ന കാര്യം പറഞ്ഞപ്പം മനുഷ്യരാൽ അത് അസാധ്യം. അപ്പം നമ്മുടെ ജഡവുമായിട്ട്, നമുക്ക് ഈ സ്വഭാവവുമായിട്ട്, ഈ സെൽഫുമായിട്ട്, ഈ ഫ്ലഷുമായിട്ട്, ഈ സ്വയനീതിയുമായിട്ട് നമുക്ക് ഒരിക്കലും ആ സൂചിക്കുഴലിലൂടെ കയറാൻ സാധിക്കില്ല. അപ്പോൾ ഒന്നുകൂടെ ജനിക്കണം. ഒന്നുകൂടെ ജനിക്കുമ്പോൾ എന്തായിട്ട് ജനിക്കണം? 7-ാം വാക്യം വായിച്ചു. നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയുകയിൽ നിങ്ങൾ ആശ്ചര്യപ്പെടരുത്. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു, അത് എവിടെ നിന്ന് വരുന്നുവെന്നും എങ്ങോട്ട് പോകുന്നു നിങ്ങൾ അറിയുന്നില്ല. ആത്മാവിൽ ജനിച്ചവരെല്ലാം അതുപോലെയാകുന്നു. അപ്പം നമ്മൾ എങ്ങനെ ജനിക്കണം? ഈ സൂചിക്കുഴ കൂടെ പോകണമെങ്കിൽ ആത്മാവിൽ ജനിച്ചാൽ നമ്മൾ എന്തുപോലെ ആകും? കാറ്റുപോലെയാകും. അങ്ങനെ ആയാലേ നമുക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ. ഇപ്പൊ വീണ്ടും ജനിച്ച ഒരാള് കാറ്റുപോലെയാണെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? അവരുടെ ആഗ്രഹം സെറ്റിൽ ചെയ്യണമെന്നല്ല, അന്ത്യം വരെ മൂവ് ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ്. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറയുന്നത്? അപ്പൊ ആത്മാവ് ഉള്ളിലുള്ള ആളോട് എന്താ ആത്മാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എവിടെയെങ്കിലും അടങ്ങിയിരിക്കടാ, പത്രം വായിച്ചോണ്ടെന്നല്ല. എന്താ പറയുന്നത്? മൂവ്. ഞാൻ ഈ കാനഡയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ മകനാണ് ഇതിൻ്റെ എല്ലാം പൈനിയറിങ് വർക്ക് ചെയ്ത ആള്. അവനന്ന് 25 വയസ്സുള്ളൂ, 25-26. ഈ പൈനിയറിങ് വർക്ക് ചെയ്ത മോൻ അവിടെ ജോലി കിട്ടി. ഏതാനും മാസങ്ങൾ മാത്രം അവിടെ ജോലി ചെയ്തിട്ട് അത് വിട്ട് തിരിച്ചു പോരുമായിരുന്നു. അപ്പോൾ സെറ്റിലാകുന്ന ലൈഫിൽ നിന്ന് പുള്ളി കാറ്റുപോലെ. മിനിഞ്ഞാന്ന് രാവിലെ ഒരു രാജ്യത്തു നിന്ന് വന്നു, ഇന്നലെ വൈകിട്ട് വേറെ രാജ്യത്തിലേക്ക് പോയി. ഇവിടെ വന്നിറങ്ങി ഞാനാ റിസീവ് ചെയ്ത് തിരിച്ചുകൊണ്ടേ വിട്ടത്. കാറ്റുപോലെ ഇതിലേ പോകും, നമുക്കറിയാൻ മേല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നിങ്ങളുടെ സ്ഥിതി എന്താ? നിങ്ങൾ ഈ കുമ്പനാടൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കാറ്റിൻ്റെ യഥാർത്ഥ സ്വഭാവം ഇത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാം അങ്ങനെ വിദൂര രാജ്യത്ത് പോകണമെന്നല്ല എൻ്റെ അർത്ഥം. ദൈവം എവിടെ വിടുന്നോ അവിടെ സന്തോഷം എന്നുള്ളതാണ്. എൻ്റെ കൂടെ കർത്താവുണ്ട്, അതാണ് എൻ്റെ സന്തോഷം. ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയാം. കാറ്റ് പോലെ ആകുമ്പോൾ എന്താ പ്രത്യേകത? നമ്മൾ അത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കും. ഇപ്പോൾ ഇതിന് 4 കഥകളുണ്ട് അല്ലേ? വെളിയിറങ്ങേ. ഓക്കെ, നമുക്ക് 2 കഥ ക്യാൻസൽ ചെയ്യാം. 2 കഥകൾ മതി. അല്ല 5 കഥകളുണ്ട് അല്ലേ? ഓക്കെ, 2 കഥകൾ. ഒന്ന് ഇതിലെ ഒന്ന് അതിലെ മാത്രം നിങ്ങൾക്ക് വെളിയിൽ പോകാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചോ. ഉപവാസ പ്രാർത്ഥനയാണല്ലോ. ഇന്ന് ഉപവാസ പ്രാർത്ഥന വൈകിട്ട് ഇപ്പോൾ മീറ്റിംഗ് കഴിയുമ്പോൾ ഉപവാസം തീരുന്നാണ് പാസ്റ്റർ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞത് എൻ്റെ ഓർമ്മ. അപ്പോൾ ഉപവാസം കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ വഴി ഇറങ്ങുവാണെങ്കിൽ കഞ്ഞിയും പയറും, ആ വഴി ഇറങ്ങുവാണെങ്കിൽ ചിക്കൻ ബിരിയാണി. നിങ്ങൾ ഏത് വഴി ഇറങ്ങും? ഏത് വഴി ഇറങ്ങും? കഞ്ഞിയും പയറും വഴിയാണ്. അതെ, അതങ്ങനെ പറഞ്ഞാലും ഞങ്ങളുടെ മകളുടെ കല്യാണം നടന്നപ്പം, ഞങ്ങളുടെ മകൾ എന്ന് പറഞ്ഞാൽ അഡോപ്റ്റഡ് മകൾ, അവളുടെ കല്യാണം നടന്നപ്പോൾ 125 പേരെ ഞങ്ങൾ വിളിച്ചു. എറണാകുളത്ത് വെച്ചായിരുന്നു കല്യാണം. 125 പേരെ വിളിച്ചു. കല്യാണ റിസപ്ഷനായിരുന്നു. അപ്പോൾ എന്താ ഉണ്ടാക്കേണ്ടതെന്ന് പരിചയമുള്ള ഒരു വിശ്വാസിയാണ് ഉണ്ടാക്കി തരുന്നത്. എന്ന് വെച്ചാൽ എല്ലാവരും പറയുന്നത് ചോറും കറിയും മതി എന്നാണ്. എല്ലാവരും അങ്ങനെ മലയാളിയോട് ചോദിച്ചാൽ അങ്ങനെ പറയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ചോറും കറിയും വേണ്ട, ബിരിയാണി തന്നെ മതി, ഫ്രൈഡ് റൈസും ചിക്കനും മതി. അതെന്താ പാസ്റ്റർ? ഞാൻ പറഞ്ഞു, നിങ്ങൾ നോക്കിയൊരു കാര്യം ചെയ്യും, 125 ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുക, 125 പേരെ വിളിച്ചിട്ടുണ്ടല്ലോ, ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുക, 25 ചോറ് കരുതിയേക്ക്. നിങ്ങൾക്ക് രഹസ്യം അറിയാമോ? ആ 25 ചോറാണ് ബാക്കി വന്നത്. ഈ ചോറ് മതി എന്ന് പറഞ്ഞവരെല്ലാം ക്യൂ നിന്ന് ഇവന്മാർ പറയുന്ന ചോറ് വീട്ടിലുണ്ടാക്കി കഴിക്കാം, ബിരിയാണി കഴിക്കണേ കടയിൽ പോകണം. അപ്പം ഒരു സ്പെഷ്യൽ ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാ സത്യം. നിങ്ങൾ വേണേൽ പരീക്ഷിച്ച് നോക്കിയോ, ഇന്ന് വൈകിട്ട് കഞ്ഞിയും പയറും അവിടെ. അപ്പോൾ ഇങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അന്നേരം വൈകിട്ട് നരേന്ദ്രമോദി ഇവിടെ വന്നെന്ന് വിചാരിച്ചോ. നരേന്ദ്രമോദി വന്നിട്ട് ബായോ ബഹനോ കേരള കഞ്ഞി പീനെ കേലിയെ മേൻ ജാ രഹാ ഹോ എന്ന് പറഞ്ഞ് ഈ വഴി ഇറങ്ങിക്കഴിഞ്ഞാൽ നരേന്ദ്രമോദിയുടെ കഞ്ഞി കുടിക്കാൻ 4 പേരെങ്കിലും പോവില്ലേ? അതിൻ്റെ സെൽഫി എടുത്തിടും. കാരണം അന്നേരം ബിരിയാണിയേക്കാളും നല്ലത് എന്തോ ഈ നരേന്ദ്രമോദിയുടെ കൂടെയുള്ള കഞ്ഞിയാണ് അല്ലേ? ശരിയല്ലേ? അപ്പോൾ നമ്മൾ എവിടെ കിടക്കുന്നു, എന്ത് കഴിക്കുന്നുള്ളതല്ല, നമ്മുടെ കൂടെ ആരുണ്ടെന്നുള്ളതല്ലേ കാര്യം. അല്ലേ? നമ്മൾ ഏത് സ്വന്തം വീട്ടിൽ കിടക്കുന്നോ വാടക വീട്ടിൽ കിടക്കുന്നോ എവിടെ കിടന്നാലും കൂടെ കർത്താവ് ഉണ്ടായാൽ പോരെ?
നമ്മുടെ കാശുണ്ടെങ്കിലും ഇല്ലെങ്കിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും കഷ്ടതയിലും എല്ലാം ഈ കർത്താവ് കൂടെ ഉണ്ടായാൽ പോരെ. അപ്പൊ നമ്മുടെ രുചി ശരിക്കും ബിരിയാണി അല്ല തരുന്നത്, കൂടെയുള്ള ആളല്ലേ തരുന്നത്. അപ്പൊ ദൈവത്തിൻ്റെ കൂടെ കഞ്ഞി കുടിക്കുന്ന പരിപാടിയാണ് നമ്മൾ കാറ്റുപോലെ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. എത്ര പേർക്ക് മനസ്സിലായി? കഞ്ഞി എങ്കിൽ കഞ്ഞി, ബിരിയാണി എങ്കിൽ ബിരിയാണി. എവിടെ പോയാലും കർത്താവ് നീ എവിടെ ഉണ്ടോ. ഇപ്പൊ മോശയോട് കർത്താവ് പറഞ്ഞായിരുന്നു, നിന്നെ ഞാൻ ഒറ്റയടിക്ക് മിസ്രൈമിൽ എത്തിക്കാം. 33 അധ്യായം നിങ്ങൾ വായിച്ചു നോക്കണം. ഇതിനും കൂടുതലുള്ള ഹിവ്യരെ ഗവരെ എല്ലാവരും ഞാൻ ഓടിച്ചേക്കാം, ഒരു ദൂതനെ വിട്ട് ഓടിച്ചേക്കാം, നിങ്ങൾ യുദ്ധം പോലും ചെയ്യണ്ട, നേരെ അങ്ങ് പോയി കയറിക്കോ, ഒരു ദിവസത്തെ പരിപാടിയുള്ളൂ. പക്ഷെ ഞാൻ നിങ്ങളുടെ പോരത്തില്ല, കാരണം നിങ്ങൾ ഈ ഷേപ്പിൽ നിങ്ങളുടെ കൂടെ ഒരു ദിവസം നടന്നാൽ നിങ്ങളെല്ലാം കൊല്ലേണ്ടി വരും. അതുകൊണ്ട് എൻ്റെ ഡിസിപ്ലിൻ നിങ്ങൾ പഠിക്കണമെങ്കിൽ ഞാൻ പറയുന്ന വഴിയെ പോകണം, അല്ലെങ്കിൽ നിങ്ങൾ ഈ വഴി ഒറ്റയടിക്ക് ഞാൻ അവിടെ എത്തിക്കാം. വളരെ ചുരുങ്ങിയൊരു ദൂരം ഉണ്ടായിരുന്നുള്ളത്. മോശ പറഞ്ഞു, നീ ഞങ്ങളോട് പുറപ്പെടുന്നില്ലെങ്കിൽ ഞങ്ങളെ അയക്കണ്ട, ഞങ്ങൾ എതിരെ മരുഭൂമി കഷ്ടപ്പെട്ട് മരിച്ചു പോയാലും നീ ഞങ്ങളുടെ കൂടെ ഉണ്ടായാൽ മതി. ഓ ലോർഡ്, ഇഫ് യു ആർ വിത്ത് മീ ഐ ആം സാറ്റിസ്ഫൈഡ്. ഇത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം. കർത്താവെ, എൻ്റെ അവസ്ഥ ഏതായിരുന്നാലും കർത്താവെ നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ. അവിടെ നിന്നാണ് നമ്മുടെ സ്നേഹത്താലുള്ള നീതി ഉണ്ടാകുന്നത്. ദ പ്രസൻസ് ഓഫ് ക്രൈസ്റ്റ് ജനറേറ്റ്സ് സച്ച് ലവ് ഇൻ us that we become righteous. ഇതിൻ്റെ റെവലേഷനായിട്ട് പറയാൻ ഇത്ര അതിനകത്ത് പ്രധാനമായിട്ടുള്ളത്, യേശു ക്രിസ്തു തന്നെയാണ് നമ്മുടെ നീതി. അവനെ നേടുന്നവർക്ക് മാത്രമേ നീതിയിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ.